അല്ല, ആദ്യം ദിവ്യ കരുതേണ്ടത് എല്ലാ മനുഷ്യന്മാർക്കുള്ള ചെറിയ പ്രോബ്ലംസ് ആണ് ഇതൊക്കെ. ഇതൊക്കെ വലിയൊരു പ്രോബ്ലം എന്നുള്ള ധാരണകൾ മാറ്റാം. ഇതൊന്നും ഒരു പ്രോബ്ലം അല്ല, എല്ലാവർക്കും ഉണ്ട്. ബിഹേവിയർ എന്ന് പറയുന്നത് നമ്മുടെ ക്യാരക്ടർ അല്ല. ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ സ്വഭാവമാണ്. ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഓരോ സമയത്തും നമ്മൾ ഓരോ സ്ഥലത്ത് വ്യത്യസ്തമായിട്ട് പ്രകടനങ്ങൾ ചെയ്യുന്ന, അത് പെട്ടെന്ന് മാറ്റിയെടുക്കാം. അപ്പൊ ബിഹേവിയർ പ്രോബ്ലം ഇല്ല, ബിഹേവിയറേ ഉള്ളൂ. അപ്പൊ അത് ഒരു ദിവസം മാറി മറ്റൊരാളെ കാണുമ്പോൾ അത് മാറ്റാൻ പറ്റും. ഇപ്പം എന്നോട് ദിവ്യ പെരുമാറുന്നതിന് ഒരു പ്രോബ്ലം ഇല്ല. എനിക്ക് ബിഹേവിയർ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ ആരാണോ അവരുമായിട്ട് ഇടപഴകുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളാണ്. അത് മനം ദർപ്പണ സമാനം എന്നാണ്. മനസ്സ് ഒരു മിറർ പോലെയാണ്. നമ്മുടെ മുമ്പിൽ ആരാണോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പെരുമാറുന്നത്. അപ്പോൾ ഇതൊരു പ്രോബ്ലം അല്ല. നമ്മൾ ആദ്യം അറിയേണ്ടത് നമ്മൾ വലിയ പ്രോബ്ലം എന്ന് ധരിക്കുന്ന കാര്യം പ്രോബ്ലം അല്ല എന്നറിയാം. ബിഹേവിയർ എന്ന് പറയുന്നത് നമ്മളിപ്പം മക്കളോട് പെരുമാറുന്നു, അച്ഛനോട് പെരുമാറുന്നു, അമ്മയോട് പെരുമാറുന്നു, ഫ്രണ്ട്സിനോട് പെരുമാറുന്നു. നാളെ ദിവ്യയുടെ കൂടെ പഠിച്ച ഒരാളെ കാണുമ്പോൾ ബിഹേവിയറിൽ വ്യത്യാസമുണ്ടോ? നോർമലായിട്ട് പെരുമാറുന്നു. അപ്പം ഒരു അസുഖം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പനി, ഒരാളെ കാണുമ്പോൾ പനി ഉണ്ടാവും, മറ്റൊരാളെ കാണുമ്പോൾ പനി ഉണ്ടാവില്ല എന്നൊരു അവസ്ഥ ഉണ്ടാവില്ല. പനി ഒരു അസുഖമാണ്. ബിഹേവിയർ എന്ന് പറയുന്നത് നമ്മൾ ഓരോരാളടുത്തും വ്യത്യസ്തമായിട്ട് തന്നെയാണ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്നതിൽ ഒരു കുറ്റവുമില്ല, കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ആദ്യം അത് ഈ സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റിന്റെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ ബിഹേവിയർ പ്രോബ്ലംസ്, കാരണം അവർക്ക് ജീവിത പഴപ്പിനുള്ള പണിയാണ്. നിങ്ങളെ സ്ഥിരമായിട്ട് കിട്ടിയാലേ അവർക്ക് ജീവിക്കാൻ പറ്റും. എല്ലാം മണ്ടത്തരാണ്. അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. നമുക്ക് കല്ലിന്റെ മുകളിൽ നടക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ, മുള്ളിന്റെ മുകളിൽ നടക്കുമ്പോൾ പ്രശ്നം ഉണ്ടാവും. അതിൽ നടക്കാണ്ട് ബാക്കി ഭാഗത്ത് നടന്ന പ്രശ്നങ്ങളില്ലല്ലോ ജീവിതത്തിൽ. ഞാൻ 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ മുതലേ എനിക്ക് ഇങ്ങനെ ടെൻഷൻ, ആൻസൈറ്റി കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. പരീക്ഷയ്ക്ക് പഠിക്കുന്ന സമയത്തായാലും ഒരുപാട് എപ്പോഴും എന്തെങ്കിലും ബുക്ക് ഉണ്ടാവും. പക്ഷെ എനിക്ക് അത്രയും ഹാർഡ് വർക്ക് ചെയ്താലും എനിക്ക് അതിന്റെ 360 മാർക്കാണ് എനിക്ക് 10th കിട്ടിയത്. അത്ര അപ്പൊ എന്റെ കൂടെ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ് പറയുമ്പോൾ ഇങ്ങനെ പഠിച്ചിട്ട് ഇങ്ങനെയാണ്. അല്ല, ദിവ്യക്ക് 360 കിട്ടിയിട്ടില്ലേ? എനിക്ക് 324 കിട്ടി. അല്ല, ഞാൻ പറയണത് മാർക്ക് വെച്ചിട്ട്, പിന്നെ ആങ്സൈറ്റി, സ്ട്രെസ്, ഡിസ്ട്രെസ്, ടെൻഷൻ, ഇങ്ങനെ കുറെ വാക്കുകളുണ്ട്. ആദ്യം ദിവ്യ ചെയ്യേണ്ടത് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോയ ആളോട് ഇതിന്റെയൊക്കെ ഇംഗ്ലീഷിൽ അർത്ഥം ഒന്ന് ചോദിച്ചു നോക്കുക. അതുപോലെ അവർക്ക് അറിയണ്ട. കേരളത്തിന്റെ കാര്യം പറയാണ്. ഇത് ആരോ എന്തോ പഠിപ്പിച്ചു, അതിങ്ങനെ പറയുന്നല്ലാതെ സ്ട്രെസ് ഒരു പ്രോബ്ലം അല്ല. ബസ് പിടിക്കാൻ വേണ്ടി ഞാൻ ഓടിപ്പോകുമ്പോൾ എനിക്കുണ്ടാവുന്ന ആകാംക്ഷ, പ്രിപ്പറേഷൻ, അതിനുള്ള തോന്നല്, അതിനുള്ള ഒരുക്കുകൂട്ടല്, അതിനെയാണ് സ്ട്രെസ് എന്ന് പറയുക. ബസ്സിന്റെ സമയമായി ഞാൻ ബസ് സ്റ്റോപ്പിൽ എത്തിയില്ല, പതുക്കെ നടന്നിട്ട് പോകുന്നവന് സ്ട്രെസ് ഇല്ല എന്ന് വെച്ചിട്ട് ജീവിതത്തിൽ വിജയത്തിലെത്തുമോ? അവന് ബസ് മിസ്സാവും. അത് ഡിസ്ട്രെസ് എന്ന് പറഞ്ഞാല് ഓടുമ്പോ കുഴഞ്ഞു വീഴുന്ന അവസ്ഥയാണ്. ടെൻഷൻ എന്ന് പറഞ്ഞാൽ കുഴഞ്ഞു വീഴുന്ന അവസ്ഥയാണ്. സ്ട്രെസ് പ്രൊഡക്റ്റീവാണ്, ടെൻഷനും ഡിസ്ട്രെസ്സും അങ്ങനെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദിവ്യ പരീക്ഷ എഴുതുമ്പോൾ കുഴഞ്ഞു വീണിട്ടുണ്ടാവും. ആങ്സൈറ്റി ഇതൊന്നും പ്രശ്നമല്ല. എന്നിട്ടും 350 മാർക്ക് മേടിച്ചല്ലോ. സൈക്കിൾ ഓടിക്കുമ്പോ വലിയ ഒരു സൈക്കിളിസ്റ്റ് എന്ന് പറയുന്ന ഒരാൾക്ക് ഓടിക്കുന്നത് പോലെ എനിക്ക് ഓടിക്കാൻ പറ്റില്ല എന്ന് വെച്ചിട്ട് ഞാൻ സൈക്കിൾ ഓടിക്കാൻ പറ്റാത്ത ആളാന്ന് പറയാൻ പറ്റും. എന്റെ ആവശ്യത്തിന് പോകേണ്ടടുത്തേക്ക് പോകാൻ എനിക്ക് സാധിച്ചല്ലോ. പിന്നെ എനിക്ക് ഇന്നതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അത്ലറ്റിക്സ് ഓടിയിട്ട് വിജയം പ്രാപിക്കുന്ന ഒരാളുടെ അത്ര സ്പീഡിൽ ഓടാൻ പറ്റില്ല എന്നല്ലേ ഉള്ളൂ. നമുക്ക് സാധാരണ ആവശ്യത്തിന് ഓടിയിട്ടൊരു സാധനം എടുക്കാൻ പറ്റുമല്ലോ ജീവിതത്തിൽ, ഇല്ലേ? അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ നമ്മൾ തീരുമാനിച്ച് അതുമായിട്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. നമ്മൾ അത്ര മതി. അതിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ. ഇപ്പം എൻ്റെ അടുത്ത് ഇപ്പൊ വന്ന് ഡിസ്കസ് ചെയ്തു, എൻ്റെ ടോക്കുകള് അല്ലെങ്കിൽ എന്നെ കണ്ടിട്ടുള്ളവര്, എൻ്റെ യൂട്യൂബിൽ കണ്ടിട്ടുള്ളവര്, ഇങ്ങനെ ഡിസ്കസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള 1000 പേരിൽ ഒരാളാണ് ദിവ്യ. ബാക്കിയുള്ള 999 എന്താ വരാത്തത്?
അതിനു പോലും ധൈര്യമോ, അതിനു പോലും തോന്നലോ, അതിനു പോലും സമയമോ, അതിനു പോലും ഫ്രീഡമോ ഇല്ലാത്ത ആളുണ്ട്, അറിയോ? ആഗ്രഹം ഉണ്ടാവും, പക്ഷെ ഭയം. എന്നെ വേറൊരാൾ ഇപ്പൊ വീട്ടിൽ ഇരുന്നിട്ട് ദിവ്യക്ക് ഒറ്റയ്ക്ക് സംസാരിക്കാൻ പറ്റും. അതുപോലും പറ്റാതെ വീട്ടില് സംസാരിക്കണം എന്ന് ആഗ്രഹമുള്ള, ഇപ്പൊ ദിവ്യയുടെ പ്രായം കൊണ്ടല്ല ഞാൻ പറഞ്ഞത്, ദിവ്യയുടെ ഇരട്ടി പ്രായമുള്ള ആൾക്കാരുണ്ട്, മനസ്സിലാവുന്നു? അപ്പൊ എന്നെക്കാളും മൂത്ത കുറെ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഭയമുണ്ട്. കാരണം ജീവിതത്തിൽ ഭയപ്പെട്ട് മാത്രം ജീവിക്കുന്നവര്, കഷ്ടപ്പെട്ട് മാത്രം ജീവിക്കുന്നവര്, ഫിസിക്കലി വയ്യാത്തവർ, മനസ്സിലായോ? പിന്നെ മടി എന്ന് പറയുന്ന കാര്യം. ഇന്നിപ്പോ ഈ സമയത്ത് എനിക്ക് ഇവിടുന്ന് ഒരു 8 കിലോമീറ്റർ ദൂരെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരാൾ കാണണം എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മെസ്സേജ് അയച്ചു. എനിക്ക് അവിടെ പോകാമായിരുന്നു. അപ്പോഴാണ് ഈ കോൾ അറ്റൻഡ് ചെയ്യണോ. പിന്നെ അമേരിക്കയിൽ നിന്ന് 1-2 കോൾ ഉണ്ടായിരുന്നു. അത് ഓൺ ദ വേ ഡ്രൈവ് ചെയ്യുമ്പോൾ പറ്റില്ല. ഇന്ന് തിങ്കളാഴ്ചയാണ് സ്കൂൾ. സാധാരണ എന്റെ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവർ സ്കൂൾ ഡ്രൈവറാണ്. അപ്പൊ ഇന്ന് അയാളെ കിട്ടില്ല. അപ്പൊ ഞാൻ തന്നെ ഡ്രൈവർ. അപ്പൊ എനിക്ക് ആ കോൾ എടുക്കാൻ പറ്റില്ല. ഈ 3-4 കാര്യങ്ങൾ കൊണ്ട് ഞാൻ ആ പ്രയോറിറ്റി മാറ്റിയെന്നാണ്. അപ്പൊ മടിയല്ല, ഞാൻ പ്രയോറിറ്റി മാറ്റുകയാണ്. എന്റെ ഫിസിക്കലായിട്ടുള്ള, ഇപ്പൊ ഇന്നലെ ഉത്സവമായിരുന്നപ്പോ കുറേ സമയം ഞാൻ അമ്പലത്തിൽ ഇങ്ങനെ നിന്നിട്ടൊക്കെയാണ്. സാധാരണ അങ്ങനെ ഇരുന്നിട്ട് തന്നെ ചെയ്യുന്ന ജോലി ചെയ്യുന്ന ഒരാൾ ഒരു ദിവസം 4-5 മണിക്കൂർ നിൽക്കുക തന്നെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നടക്കുക തന്നെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ചെറിയൊരു പിന്നെ വൈകാരിക തോന്നലുണ്ടാവും. വൈകാരികല്ല, വൈകാരികയുടെ തോന്നലാണ്. കാരണം അതിനേക്കാളും അത്യാവശ്യം ഒരു സംഭവം വന്നാൽ ഈ തോന്നലൊക്കെ മാറ്റിയിട്ട് ഞാൻ അതിന് പോകും. അപ്പൊ പ്രയോറിറ്റിയും, നമുക്ക് ഇത് വേണോ അത് വേണോ, ഏതാണ് സൗകര്യം കൂടുതൽ, ഇത് പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റുമോ, അത് പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റില്ലയോ. ഇപ്പൊ അമേരിക്ക എന്നുള്ള കോൾ ഇപ്പൊ എടുത്തില്ലെങ്കിലും പറ്റില്ലല്ലോ, കാരണം പകലെ അവർക്ക് അർദ്ധരാത്രിയല്ലേ. ഇപ്പൊ രാവിലെ തന്നെ ചെയ്യാൻ പറ്റും. നമ്മൾ നമ്മുടെ പ്രയോറിറ്റി കണ്ടുപിടിക്കുക, നമുക്ക് ഏതാണ് ഇപ്പൊ ചെയ്യേണ്ടത്, ഏതാണ് പിന്നെ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുക. ഇതൊക്കെയാണ് വേണ്ടത്. എനിക്ക് താല്പര്യമുള്ള വിഷയം ബഫേ പോലെയാണ്. അതിൽ ഏതാണ് താല്പര്യം എന്ന് കണ്ടുപിടിക്കണം. പലപ്പോഴും പഠിക്കുന്നത് BEd ഇഷ്ടമായിട്ട് ടീച്ചറാവാൻ വേണ്ടിയിട്ടല്ല. കുറെ ആള് അതാണ് ഓപ്ഷൻ. അങ്ങനെ ഒരു കോഴ്സ് ഇല്ലെങ്കിൽ ജീവിതത്തിൽ വേറെ ഒന്നും പഠിക്കാണ്ടിരിക്കും. ഞാൻ പല കോളേജുകൾ, BEd കോളേജുകളിൽ 1000 കോളേജിൽ പോയിട്ടുണ്ടോ BEd. അപ്പൊ നിങ്ങളുടെ അടുത്ത് തന്നെ തൃശ്ശൂരിലുള്ള ഒരു കോളേജിൽ പോയിട്ട് അടുത്ത കാലത്ത് അവിടുത്തെ ഒരു കുട്ടിക്കും പഠിക്കാൻ താല്പര്യമില്ല, ടീച്ചറാവാൻ താല്പര്യം എന്ന് അവരുടെ മുഖം കാണുമ്പോൾ മനസ്സിലാവും. കാരണം ടീച്ചർക്കുള്ള ബേസിക് ക്വാളിറ്റി എന്തെങ്കിലും അറിയാനുള്ള ഒരു ആഗ്രഹമല്ല. അറിയാനുള്ള ആഗ്രഹം ഉണ്ടാവുമ്പോഴേ പഠിപ്പിക്കാൻ പറ്റും. ഒരു ചോദ്യവും ചോദിക്കാതെ 1 മണിക്കൂർ ടോക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഒന്നും ചോദിക്കാനില്ല. നാഷണൽ സർവീസ് സ്കീം എന്ന് പറയുന്ന ഒരു പരിപാടി ഞാൻ ഇന്നലെ ഇട്ടത്. സർവീസ് ആണ് അവരുടെ മോട്ടോ. അതിൽ ഞാൻ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ 6 പേരാണ് ക്ലാസ്സിൽ. ബാക്കി 54 പേരും ക്യാമ്പിന് വന്നവർ അവിടെ ഇവിടെയും പേരായിട്ടിരുന്നിട്ട് വർത്താനം പറഞ്ഞ് സമയം പാസ് ചെയ്യാം. അവരാണ് നാഷണൽ സർവീസ് സ്കീം നടത്തുന്നവർ. അപ്പൊ അതിന് പോലും താല്പര്യമില്ല. അപ്പൊ പലപ്പോഴും നമ്മുടെ ചുറ്റും കാണുന്ന ആ ഒരു സ്വഭാവം, ആൾക്കാരുടെ ഒരു പെരുമാറ്റം നമ്മളെയും വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യും. 2 മക്കൾ പഠിക്കണം. ആ 2 മക്കൾ പഠിക്കണമെങ്കിൽ അമ്മ പഠിക്കുന്നത് കണ്ടിട്ട് വേണം മക്കൾ പഠിക്കാൻ. അപ്പൊ എനിക്ക് ചുറ്റും, ഞാൻ ഇരിക്കുന്നതിന് ചുറ്റും കുറേ പുസ്തകം ഉണ്ടെന്ന് വിചാരിക്കാം. ഞാൻ പത്രം രാവിലെ വായിക്കുന്ന ഒരാളെന്ന് വിചാരിക്കാം. അത് മക്കളോട് വായിക്കാൻ പറയുന്നത് പകരം അത് വായിച്ചിട്ട് ഞാൻ ചെറുപ്പം മുതൽ കുട്ടിക്ക് ഇന്നതാണ് ഇന്നത്തെ ന്യൂസ്. അമേരിക്കയിലെ ഒരു പ്രസിഡന്റ് മരിച്ചു. അതൊരു മെയിൻ ന്യൂസാണ്. ആരാന്നറിയോ? അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളൊരു ടീച്ചർ, BEd ആണെന്ന് പറഞ്ഞാൽ ടീച്ചർ ആവാൻ യോഗ്യതയുള്ളതാണ്. ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾക്കുമായിട്ട് എനിക്കൊരു ബന്ധമുണ്ടാവുകയും അത് ഞാൻ ന്യൂസ് പേപ്പറിൽ വായിക്കുകയും അത് ബാക്കിയുള്ളവരുമായിട്ട് സ്പ്രെഡ് ചെയ്യുകയും അത് വീട്ടിൽ ഡിസ്കസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ മക്കളും അത് ആ സ്വഭാവത്തിലേക്ക് മാറും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുറേ സംഭവങ്ങൾ കാണുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ മക്കൾക്കും എന്തുണ്ടാവും? ഇപ്പൊ മോള് ദോശ ചുടുന്ന സമയത്ത് ഇവിടെയാണ് ചട്ടം വെക്കേണ്ടത്, അവിടെയാണ് ചട്ടം വെക്കേണ്ടത്, ഇവിടെ വെക്കരുത്, ഇത് ആദ്യം മടക്കണം, ഇത് ഇങ്ങടാ മടക്കേണ്ടത്, അങ്ങടല്ല മടക്കേണ്ടത്, ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കും. ചട്ടുക എറിഞ്ഞിട്ട് പോകും ഇയാൾ. ആണോ അല്ലയോ? എനിക്ക് എന്റെ വിധത്തിൽ ചുടാൻ അറിയാം, എന്നെ പഠിപ്പിക്കണ്ടെന്ന് പറയോ ഇല്ലയോ? ദോശ പിന്നെ ചുടുന്ന സമയത്ത് ആ കയ്യിൽ കുറച്ച് മാവ് ബാക്കിയുണ്ട്, അതും കൂടി ഒഴിച്ചിട്ട് കുറച്ചും കൂടി പരത്തിട്ട് ഇത്ര പോരാ വലുപ്പം, നേരത്തെ പിന്നെ ഉണ്ടാക്കിയ അത്ര വലുപ്പമായിട്ടില്ല, കറക്റ്റ് 1 ഇഞ്ച് 1 സെന്റിമീറ്റർ കുറഞ്ഞിട്ടുണ്ടെന്നൊക്കെ ഒരാൾ പറഞ്ഞാൽ എന്തുണ്ടാവും? അതുപോലെയാണ് മക്കളും. 6 മണിക്കൂർ സ്കൂളിൽ പഠിച്ചിട്ട് വരുന്നൊരു കുട്ടിക്ക്
രാവിലെ എത്ര മണിക്ക് സ്കൂളിൽ പോകണം? 9 മണിക്ക് പോകണ്ടേ? 9, 10, 11, 12, 1, 2, 3 മണി 4 മണിയാകുമ്പോൾ വരുന്നു. 8 മണിക്കൂർ സ്കൂളിൽ ചെലവഴിക്കുന്നുണ്ട്. പഠിക്കണ്ടോ ഇല്ലോ എന്നുള്ള വേറെ കാര്യം. അവിടെ ചെയ്ത പണി വീട്ടിൽ വന്ന് ചെയ്യണമെങ്കിൽ പിന്നെ വീട്ടിൽ വരുന്ന പണി അവിടെ തന്നെ താമസിച്ചപ്പോഴും ടീച്ചറുടെ കൂടെ വിട്ടു പോയാൽ പോലെ. അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ടത് വീട് പഠിക്കാനുള്ള സ്ഥലമല്ല. വീട്ടിൽ മാത്സും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒന്നും അല്ല പഠിക്കേണ്ടത്, അതൊക്കെ സ്കൂളിലാണ്. അവര് വീട്ടിൽ വന്ന് പഠിക്കാൻ നിർബന്ധിക്കും, എന്ത് ചെയ്യും? സ്കൂളിൽ പഠിക്കാണ്ടോ? അപ്പൊ അവിടെ ശ്രദ്ധയില്ല, കാരണം ഇതൊരു ശല്യമായിട്ട് മാറിയിരിക്കണം. അപ്പൊ മക്കൾക്ക് അതുകൊണ്ട് മക്കൾക്ക് സ്നേഹം കൊടുക്കുക, ലോകം പഠിപ്പിക്കുക. സ്കൂളിൽ പഠിപ്പിക്കാത്ത പല കാര്യമുണ്ട്. പേപ്പർ വായിപ്പിക്കാറില്ല സ്കൂളിൽ, പാത്രം കഴിക്കാറില്ല സ്കൂളിൽ, വീട് ക്ലീൻ ചെയ്യിപ്പിക്കുക, ഫിസിക്കലായിട്ട് കുറെ എക്സർസൈസ് കൊടുക്കുക. ഓടാൻ ചാടാൻ്റെ ആവശ്യമില്ല, വീട്ടിൽ തന്നെ കുറേ ഇഷ്ടംപോലെ പണിയുണ്ട്. അമ്മയെ സഹായിക്കുക. അമ്മ പഠിക്കുന്ന പല കാര്യങ്ങളും അമ്മ ഇന്നതൊക്കെയാണ് ഇത് പഠിച്ചതെന്ന് മക്കളോട് പറഞ്ഞു കൊടുക്കും. അപ്പൊ മക്കള് എന്താണ് പഠിച്ചത് സ്കൂളിൽ നിന്ന് അമ്മക്ക് പറഞ്ഞു തരും. അമ്മയോട് എന്തേ വന്ന് പഠിച്ചു എന്ന് പറയാത്തത്? എന്താണ് അമ്മ ചെയ്തതെന്ന് മക്കളോട് പറയുന്ന സ്വഭാവം ഉണ്ടായല്ലേ മക്കൾ എന്താ ചെയ്തതെന്ന് അമ്മയോട് പറയുക. അങ്ങനല്ലേ കമ്മ്യൂണിക്കേഷൻ. അതുകൊണ്ട് 200% ബിസി ആവും. മിക്കവാറും മക്കൾ സ്കൂളിൽ പഠിക്കുന്ന അമ്മമാർക്ക് വേറെ ഒരു പണിയും ഇല്ലാത്തതുകൊണ്ടാണ്. ഞാൻ ഇന്നലെ എങ്ങാണ്ട് പറഞ്ഞു, ഒരു പരിപ്പ് വടക്ക് 5 റുപ്യ വിലയുള്ളൂ, കടയിൽ കിട്ടും. ചെറിയ റൗണ്ട് ആയിട്ടുള്ള പരിപ്പ് വട, നല്ല ക്രിസ്പ് ആയിട്ടുള്ള സാധനം അല്ലേ? അത് വീട്ടിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പോലും അറിയില്ല. അല്ല, ഞാൻ പറയുന്നത് സാധാരണഗതിയിൽ ദിവ്യയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ആ പണിയാണ് ഒരു 10 ഉണ്ടാക്കിയ 50 റുപ്യന്റെ പണിയാണ് നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് സാധനം ഉണ്ടാക്കിയിട്ട് ചെയ്യുന്നത്. സാധനം മേടിക്കണം, എണ്ണ മേടിക്കണം, ഗ്യാസ് വേണം. ഇതിന് ചെലവഴിക്കുന്ന സമയവും അധ്വാനവും ഒന്നും വലിയ വിലയുള്ളതല്ലെന്ന് ആദ്യം മനസ്സിലാക്കണം. നമ്മളിപ്പോ 2 മണിക്കൂർ പണിയെടുത്തിട്ടായിരിക്കും ആ സാധനം ഉണ്ടാക്കുക. അതിന്റെ ആകെ വില 50 രൂപയാണ്. ആ 1 മണിക്കൂർ 50 രൂപയെക്കാളും കൂടുതൽ വില മതിക്കുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് ആ പണിക്ക് നിൽക്കൂലല്ലോ. അപ്പൊ നമുക്ക് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല, നമ്മൾ വലിയ ലക്ഷ്യങ്ങളൊന്നും മുമ്പിലില്ല, വലിയ പ്രാധാന്യമുള്ള സംഭവങ്ങളൊന്നും ചെയ്യുന്നില്ല. ഇന്നത്തെ കാലത്തെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ കാശ് കൊടുത്തിട്ട് ചെയ്യേണ്ടതല്ല. എക്സ്റ്റേണൽ ആയിട്ട് സ്കൂളിൽ കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ഒരുവിധം വിഷയങ്ങളൊക്കെ പഠിക്കാൻ പറ്റുന്ന ഏതൊരാൾക്കും ഇംഗ്ലീഷ് പിന്നെ കുറച്ചെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു താല്പര്യമുള്ള ഒരാളാണെങ്കിൽ ഓപ്പൺ ഓൺലൈൻ കോഴ്സസ്, മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ് അടിച്ചിട്ട് എഡ്യൂക്കേഷൻ. അപ്പൊ ലോകത്തിൽ ഇന്ന് എഡ്യൂക്കേഷൻ എന്താ നടക്കുന്നത്? ഇപ്പൊ എന്റെ തന്നെ എത്രയോ വീഡിയോയില് ഗ്രാൻഡ് മാ ചൈൽഡ് കെയർ ശിക്ഷ ഗുരുകുലം, ചെറിയ കുട്ടികളെ പഠിപ്പിക്കാനുള്ള വ്യത്യസ്തം, അത് പഠിച്ച് അതിനകത്തൊരു 10 ക്വസ്റ്റ്യൻ അല്ലല്ലോ ചോദിക്കുന്നത്. അത് കംപ്ലീറ്റ് മനസ്സിലാക്കിയിട്ട് അതെനിക്ക് കുറച്ചുകൂടി പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, അതെനിക്ക് തുടങ്ങാൻ പറ്റുമോ? ഇത്തരം ചോദ്യങ്ങളാകുമ്പോൾ നമ്മൾ ജീവിതത്തിൽ എന്താണ് ചെയ്യേണ്ടത്, മുന്നോട്ട് എനിക്കെന്ത് ചെയ്യണം എന്ന് ആദ്യം തീരുമാനിക്കൂ. നിങ്ങൾ ജീവിതത്തിൽ ഇപ്പോ ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഇനി ജീവിക്കാൻ പോകുന്ന 10, 100 കൊല്ലം, 50 കൊല്ലം, 60 കൊല്ലം, 40 കൊല്ലം, 30 കൊല്ലം എന്താ ചെയ്യാൻ പോണേ? ആകെ ചെയ്യാൻ പോകുന്നത് മക്കൾ പഠിക്കുന്നത് നോക്കിയിരിക്കുക. അപ്പൊ വാച്ച്മാന്റെ പണിയാണ് നമ്പർ 1. അത് കഴിഞ്ഞ് അവരെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക. നിങ്ങൾ സാധാരണ ഇവന്റ് മാനേജ്മെന്റിന്റെ കമ്പനി അതുപോലും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റില്ല, പലരെയും സഹായത്തിന് പോകേണ്ടി വരും. അതിനുള്ള ബന്ധം നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമുക്കൊരു ഡിഗ്നിറ്റി ഉണ്ടാവണം, നമുക്കൊരു ഇമേജ് ഉണ്ടാവണം. ഈ ദുഃഖം സ്ഥിരമായിട്ട് മാറാതെ മുന്നോട്ട് പോകണോ? അല്ല, ഞാൻ എന്നൊരു വ്യക്തിക്ക്, ഞാൻ എന്നൊരു വ്യക്തിത്വം കുറച്ചുകൂടി നന്നാക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാനുള്ള മാർഗങ്ങൾ എന്താണ് എന്ന് സ്വയം കണ്ടുപിടിച്ച് ആ മാർഗത്തിലൂടെ അവനവൻ പോവാൻ നോക്കൂ. അത് കാണുമ്പോൾ മക്കൾക്കും എന്റെ അമ്മയെ കുറിച്ചൊരു ബഹുമാനം ഉണ്ടാവും. അടുത്ത കാലത്തൊരു സ്ത്രീ അവർക്കുള്ള കുറേ സ്വത്തും കുറേ കടവും ഒക്കെ എടുത്ത് മകളുടെ വിവാഹം ഗംഭീരമായിട്ട് നടത്തി കൊടുത്തു. പക്ഷെ മകൾക്ക് ഈ അമ്മയോട് ഒരു ബഹുമാനമില്ല. എന്താ കാരണം? ഇപ്പോഴും ഞാൻ പറഞ്ഞത് എന്റെ മകൾ അനുസരിക്കുന്നില്ല എന്നുള്ള കുറ്റാണ്. ഈ മകൾക്ക് ഈ കാശൊന്നും വലിയ കാര്യമില്ല, കാരണം അവർ എബ്രോഡിൽ വർക്ക് ചെയ്യുക. ഇവര് ഈ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കുന്ന ഈ പൈസ അവർക്ക് 2 മാസത്തെ ശമ്പളമേ ഉള്ളൂ. അപ്പൊ അവളെ സംബന്ധിച്ചിടത്തോളം ഈ അമ്മയുടെ കഷ്ടപ്പാടൊന്നും വലിയ കഷ്ടപ്പാടായിട്ട് തോന്നില്ല, കാരണം എന്റെ 2 മാസത്തെ ശമ്പളമല്ലേ ഉള്ളൂ. അവരാഗ്രഹിക്കുന്ന അമ്മയുടെ അടുത്തുള്ള ഫ്രീഡം, അമ്മയോടുള്ള സ്നേഹം, അമ്മയുടെ കൂടെ ഇരുന്ന് വർത്തമാനം പറയുക, അതൊക്കെ ആയിരിക്കും അവർ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇവര് കണക്ക് പറയാണ്, ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് കുറെ സ്വത്ത് തന്നല്ലോ, സ്വർണം തന്നല്ലോ. ഇതൊന്നും അവർക്ക് വിലയുള്ളതല്ല. അവർക്ക് എന്താണ് വില എന്നറിയണമെങ്കിൽ ആദ്യം നമുക്കൊരു വിലയുണ്ടാവും.
ആ വില ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ സ്വന്തം ഡിഗ്നിറ്റി ഉണ്ടാവും, സ്വന്തം വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കണം. എനിക്ക് കുറെ പ്രശ്നങ്ങളുണ്ടെന്നുള്ള ധാരണ മാറ്റാം. ലോകത്തിലെ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. പ്രൈം മിനിസ്റ്റർക്ക് പോലും പ്രശ്നമുണ്ട്. കാരണം എപ്പോഴാ സീറ്റ് ധരിക്കുക എന്നുള്ള പ്രശ്നമായിരിക്കും. ചീഫ് മിനിസ്റ്റർക്ക് അയാളുടെ പ്രശ്നമുണ്ട്, ഗവർണർക്ക് അയാളുടെ പ്രശ്നമുണ്ട്. ഈ ടേം കഴിഞ്ഞ് അടുത്ത ടേം എവിടെയാണ് കിട്ടുക? ഓരോരാൾക്കും അവരവരുടെ പ്രശ്നങ്ങളാണ് മാത്രം. അപ്പൊ ഇതൊന്നും പ്രശ്നമല്ല. ഞാൻ വ്യത്യസ്തമായ കാര്യങ്ങൾ എനിക്ക് എന്തൊക്കെ ഇന്ന് ചെയ്യാൻ പറ്റും, ഇന്നത്തെ ദിവസം ഈ സമയം മുതൽ ഇപ്പൊ 10:30 മുതൽ വൈകുന്നേരം രാത്രി 10:30 വരെ കിടന്നുറങ്ങുന്നത് 12 മണിക്കൂറുണ്ട്. ആ 12 മണിക്കൂർ എങ്ങനെ ചെലവഴിച്ചു എന്നുള്ളൊരു അക്കൗണ്ട് ചെയ്യാൻ പറ്റുമോ? ലൈഫ് മെയ്ഡ് സിമ്പിൾ എന്നൊരു പുസ്തകമുണ്ട്. അതിനകത്ത് അക്കൗണ്ട്സ് ഓഫ് ലൈഫ് എന്നാണ് ഞാൻ പറയാറുള്ളത്. ഇങ്ങനെ ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഒരാഴ്ചയിൽ, ഒരു മാസത്തിൽ, ഒരു വർഷത്തിൽ, ഒരു ജീവിതത്തിലേക്കാക്കി മാറുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നൊരു കുറെ കാലം കഴിയുമ്പോൾ ചിലപ്പോൾ വയ്യാത്തൊരു സമയം വരുമല്ലോ. അപ്പൊ ആലോചിക്കും, ഞാൻ എന്താ എന്റെ ജീവിതത്തിൽ ചെയ്തത്. അതുകൊണ്ട് അത് നല്ലതാണ്, ഇപ്പൊ ചിന്തിച്ചത് നല്ലതാണ്. കാരണം ഇനിയും കുറെ 10-40 വർഷമുണ്ട് നമുക്ക്. 40 വർഷം കഴിഞ്ഞിട്ടാ ചിന്തിക്കുന്ന കുറെ പേരുണ്ട്, അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പൊ അവനവനൊരു ഡിഗ്നിറ്റി, അവനവനൊരു ആവശ്യം പഠിക്കാനുള്ളത് എന്താണെന്ന് തീരുമാനിച്ചു ഓരോ ദിവസവും. മൃഗങ്ങളെ പോലെ അല്ലല്ലോ. ആഹാര നിദ്ര ഭയമൈഥുനാനി സമാനി ചേതാനി നൃണാം പശുനാം ജ്ഞാനം നരാണാം അധികോ വിശേഷോ ജ്ഞാനേഭിഹീന പശുവി സമാനം. മനുഷ്യന് ജ്ഞാനമാണ് ഏറ്റവും പ്രാധാന്യം. അത് ഉണ്ടാക്കിയെടുക്കാനുള്ള കഴിവുണ്ടാവുക എന്ന് പറയുന്നത് വലിയ കഴിവാണ്. എല്ലാ പക്ഷികളും മൃഗങ്ങളും ഒക്കെ മക്കളെ കാവൽ നിർത്തി വളർത്തി അവർക്ക് അവരുടേതായ ചിറകുണ്ടാവുന്നത് വരെ ചിറകിനുള്ളിൽ പൊത്തിപ്പിടിച്ചിട്ടൊക്കെ നിൽക്കും. അവർക്ക് പറക്കാൻ കഴിയുമ്പോൾ ഫ്രീ ആയിട്ടുണ്ട്. മനുഷ്യന്മാരെങ്ങനെയാണെന്നറിയോ? ജോലി കിട്ടി വിവാഹം കഴിഞ്ഞിട്ട് പോലും ഉള്ള ആമക്കളെയും പെമ്മക്കളെയും ഓഫീസിന്റെ അടുത്തേക്ക് ഡ്രോപ്പ് ചെയ്ത് തിരിച്ചു വരുന്നത് വരെ കാത്തിരുന്ന് കുറച്ച് വൈകിയാൽ ടെൻഷൻ അടിച്ച് വഴക്ക് പറയുന്ന അമ്മമാർക്കും അച്ഛന്മാർക്കൊക്കെ ബുദ്ധിയും വിവരവും ഇല്ല എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ആവരുത്. അവർക്ക് നടക്കാൻ അറിയാം, സ്വന്തം ഭക്ഷണം കഴിക്കാൻ അറിയാം. ഞാനിവിടെ ക്യാമ്പ് നടത്തുമ്പോൾ ചെയ്യാറുള്ളത് എന്താ അറിയുള്ളൂ? ഗൾഫിൽ നിന്നൊക്കെ ഉള്ള പിള്ളേരുണ്ടല്ലോ, അവരെ വന്നു കഴിഞ്ഞാൽ എത്ര പേര് ഒരു ദിവസം വരുന്നത് പറയാൻ പറ്റില്ല. അപ്പൊ ആദ്യത്തെ ദിവസം എത്ര പേരുണ്ടാവും എന്ന് പറയാൻ പറ്റുന്നത് ഭക്ഷണം പോലും പറയാറില്ല. അവരോട് വന്നു കഴിഞ്ഞ് 3 പേര് വന്നാൽ, ഒരാളെ ഒറ്റയ്ക്ക് വിടാറില്ല, 3 പേര് വന്നാൽ അവരുടെ 3 പേരുടെ ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട് ഞാൻ പറയും, നിങ്ങൾ ഇവിടുന്ന് നേരെ 2-3 കിലോമീറ്റർ നടന്നാൽ എൻ്റെ ചെറിയമ്മയുടെ ഇളയമ്മയുടെ വീടുണ്ട്. അവിടെ ഭാർഗവി അമ്മ എന്ന പേര്. അവിടെ പോയിക്കോളൂ. അവിടെ പോയിട്ട് കണ്ടിട്ട് അവരോട് കുശലാന്വേഷണമൊക്കെ അന്വേഷിച്ച് തിരിച്ചു വരിക. അത്രേ വേണ്ടു. ഞാനിവിടെ ഉണ്ടെന്നൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. പക്ഷെ പോന്ന വഴിയിൽ 20 പേരെ പരിചയപ്പെട്ട് വർത്തമാനം പറയണം. അവരുടെ ജീവചരിത്രം, അവരെന്താ ചെയ്യണത്. ഇത് സോഷ്യൽ സ്കിൽ ഡെവലപ്മെന്റിലുള്ള ഒരു പ്രോഗ്രാമാണ്. എന്നിട്ട് ആരെങ്കിലും വില്ലേജ് ആണല്ലോ, എൻ്റെ അടുത്ത് വന്നൊരു ഗസ്റ്റ് ആരെടുത്ത് പോയാലും അവർ ചായ കുടിക്കാൻ കൊടുക്കും, പഴം കൊടുക്കും, എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കൊടുക്കും. അന്നുണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് ബാക്കിയുണ്ടെങ്കിൽ അത് കൊടുക്കും. അതൊക്കെ കഴിച്ചോളണം, കാരണം ഇന്നിവിടെ ഭക്ഷണമില്ല. അപ്പൊ എന്താ ആദ്യം പഠിപ്പിക്കുന്നത്? തെണ്ടി ജീവിക്കാനാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അവരുടെ ജീവിതത്തിൽ ദുബായിലൊക്കെ ജീവിച്ചിട്ടുള്ള ഒരാൾ ഇതുവരെ പിസ അല്ലാണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, ഒരാളും കൊടുത്തൊരു സാധനം മേടിക്കാറില്ല. നമ്മൾ ഇതൊക്കെ നാട്ടിലെ പതിവാണ്. അവര് തിരിച്ചു വന്നിട്ട് പറയും, ഇന്ന് 200 പേരെ ഞാൻ പരിചയപ്പെട്ടു, ജീവിതത്തിൽ ഇതുവരെ ഇങ്ങനത്തെ ഒരു ജീവിതം ഉണ്ടായിട്ടില്ല. ജീവിതം എന്ന് പറയുന്നത് നമ്മൾ സോഷ്യൽ ബീയിങ് ആണ്. എനിക്ക് മോളെ അറിയുന്നുണ്ടല്ലോ ഇപ്പൊ എന്നോട് ഡിസ്കസ് ചെയ്യുന്നത്, നമ്മൾ കണ്ടിട്ട് പരിചയപ്പെട്ടതുകൊണ്ടല്ലോ പ്രോബ്ലം പറയുന്നത്. ഒരു ദിവസം ഇഷ്ടംപോലെ ആൾക്കാരെ വിളിച്ചപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ അന്ന് ഡ്രൈവ് ചെയ്യായിരുന്നു, ഇടക്കിടക്ക് മലയുടെ സ്ഥലമല്ലേ, അപ്പൊ ഇടക്കിടക്ക് സിഗ്നലിൽ പോകും. പിന്നെ എപ്പോഴാണ് എനിക്ക് സമയം കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് റെക്കോർഡ് ചെയ്ത് അയച്ചോളൂ എന്ന് പറയും. ആ റെക്കോർഡ് ചെയ്തിട്ട് എല്ലാ പ്രശ്നങ്ങളും പറയുന്നത് എന്തുകൊണ്ടാണ്? അതെ, ആ വിശ്വാസം നമ്മൾ പലരെയും ഉണ്ടാക്കിയെടുക്കുക. ചിലരെയൊക്കെ നമ്മൾ നമ്മുടെ അറിവ് വെച്ചിട്ട് ചിലരെയൊക്കെ നമ്മൾ റിജക്ട് ചെയ്യും, ചിലരെയൊക്കെ ആക്സെപ്റ്റ് ചെയ്യും. കുറച്ച് മെനക്കെടുക, ധൈര്യം ഉണ്ടാവുക, അതൊക്കെ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അത് 10 പ്രാവശ്യം ചാടുമ്പോഴേ 11-10 പ്രാവശ്യം ചാടാൻ പറ്റുള്ളൂ. നീന്തറിയാത്ത ആള് ധൈര്യത്തിലാണ് ചാടുന്നത് വെള്ളത്തിൽ. അപ്പൊ നീന്തം പഠിക്കും. എനിക്ക് പുറത്തു പോകുമ്പോ മറ്റുള്ള ആൾക്കാർ ജോലിയൊക്കെ ചെയ്യണ പറയുമ്പോ എനിക്ക് കരഞ്ഞുകൊണ്ട് ഞാൻ പലപ്പോഴും ആലോചിക്കുന്നത്, അത് നമുക്ക് ജോലി ചെയ്യാത്തതുകൊണ്ടുള്ള കുറ്റബോധമുള്ളതുകൊണ്ടാണ്. ആ കുറ്റബോധമാണ് ആദ്യം ആവശ്യം. പക്ഷെ ആ കുറ്റബോധത്തിൽ നിന്നിട്ട് കാര്യമില്ല, അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. ഞാൻ പലപ്പോഴും ദുഃഖവും വിഷമവും ഒക്കെ പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്, ആൾക്കാർ റോഡ് സൈഡിലൊക്കെ പോസ്റ്റിന്റെ മുകളിൽ
ചെറിയ പാക്കറ്റിൽ അവർക്കുള്ള ആകെയുള്ള ഒരു ചെറിയൊരു തുണി സഞ്ചിയായിരിക്കും. അതിനകത്താണ് എല്ലാ സംഭവവും ജീവിതത്തിൽ. നമുക്ക് വലിയ വീടും കുറെ ഫർണിച്ചറും ബെഡും ഒക്കെ ഉള്ള ഒരു അവസ്ഥയിൽ നിന്ന് ഒന്നുമില്ലാതെ ഒരു ചെറിയൊരു പാക്കറ്റിൽ, പ്ലാസ്റ്റിക് പാക്കറ്റിൽ, അത് ഈ ടെലിഫോൺ പോസ്റ്റിന്റെ ഇടയിൽ ഇങ്ങനെ കുത്തി നിറച്ചിട്ട് അവിടെ ഭിക്ഷ യാചിക്കുന്നവരെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും, ഇവരെ എന്താണ് ഇവരെ ജീവിക്കാൻ പ്രചോദനം കൊടുക്കുന്നത്? ഞാൻ അങ്ങനെ ആലോചിക്കും. അവർ പണിയൊന്നും ചെയ്യുന്നില്ലല്ലോ. എന്തെങ്കിലും ഭക്ഷണം കിട്ടുന്ന സമയത്ത് അത് കഴിച്ചിട്ട് ആരെങ്കിലും കൊടുക്കുന്ന കാശ് കൊണ്ട് എവിടെയെങ്കിലും അവർക്ക് ഇപ്പം 100 രൂപ അവരുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കും. അവർക്ക് ഏതെങ്കിലും ഹോട്ടലിൽ 50 രൂപയുടെ ഭക്ഷണം കഴിക്കണമെങ്കിൽ അവിടെ പോയി ഇരുന്ന് കഴിക്കാൻ പറ്റില്ല അവർക്ക്. കാരണം അവരുടെ വേഷം അങ്ങനെയാണ്. ഏതെങ്കിലും ഹോട്ടലിൽ കയറ്റിയിരുത്തോ അവരെ? 500 രൂപ കയ്യിലുണ്ടെന്ന് വിചാരിക്കാം. ഒരു ബഫെ 500 രൂപയാണ്. ഒരു ഭിക്ഷക്കാരൻ ആ വേഷം കൊണ്ട് അവിടെ പോകാൻ പറ്റുമോ? ഇല്ല. അവർക്കും പലരെയും കാണുമ്പോൾ ആഗ്രഹം ഉണ്ടാവില്ലേ? ആ ഗതി ഇല്ലാത്തത് കൊണ്ടല്ലേ അവരെങ്ങനെ ജീവിക്കണേ. ഇപ്പൊ നമ്മുടെ ധാരണ ഒന്നിനും കൊള്ളാത്തവൻ ഞാനാണ്, ഒന്നും ചെയ്യാത്തവൻ ഞാനാണ് എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ കുറേ പേര് ഈ ലോകത്ത് കമ്പയർ ചെയ്ത് പഠിക്കണം. പക്ഷെ അത് നമ്മളെ ചിന്തിച്ച് എല്ലാ ദിവസവും ചിന്തിച്ച് ഒന്നും ചെയ്യാതെ ആക്കാനല്ല. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ച് ഈ നിമിഷം മുതൽ, ഈ 10 മിനിറ്റ് മുമ്പോ 20 മിനിറ്റ് മുമ്പോ കണ്ട ആളാവരുത്. ഈ നിമിഷം മുതൽ ഇപ്പൊ ലോഗിൻ ചെയ്യാം. മൂക്ക് മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ് അത് ചെയ്യാം. അത് തന്നെ 24 മണിക്കൂറും ചെയ്യണം എന്നല്ല. ഓൺലൈൻ കോഴ്സസ് മൂക്ക്, MOOC, മൂക്ക്. ഏതെങ്കിലും ഒരു വിഷയം, അത് മകള് അവളുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട്, മകന്റെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് അതിൽ പഠിക്കാനുള്ള ഫിസിക്സോ മാത്സോ കെമിസ്ട്രിയോ ബയോളജിയോ ഏതെങ്കിലും ഒരു ടോപ്പിക് എടുത്തിട്ട് അടിക്കുക, അത് കാണുക, കണ്ടിട്ട് മക്കളോട് പറയാം, ഇന്ന് ഞാൻ പഠിച്ചത് ഈ വിഷയം ഇന്ന് യൂണിവേഴ്സിറ്റിയിൽ, എബ്രോഡിലുള്ള ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയുടെ ക്ലാസ് ആയിരിക്കും. മക്കൾക്ക് അമ്മയോട് ബഹുമാനം കൂടുകയില്ലയോ? മക്കൾക്ക് എപ്പോഴാ ഒരാളോട്, എനിക്ക് എപ്പോഴാ ബഹുമാനം ഉണ്ടാവുക ഒരാളോട്? എന്തുകൊണ്ടാ ഇപ്പം എൻ്റെ അടുത്ത് വന്നത്? അതുപോലെ മക്കൾ അമ്മയുടെ അടുത്ത് വരണമെങ്കിൽ എങ്ങനെ വേണം? മക്കളെക്കാളും വിവരം നമുക്ക് ഉണ്ടാവും. അതില്ലാത്ത ഒരാൾ പഠിപ്പിക്കാൻ പോയാൽ എന്ത് ചെയ്യും? ബഹുമാനിക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? മക്കള് പഠിക്കുന്നതിനേക്കാളും മുകളിൽ നമ്മൾ പഠിക്കും. അങ്ങനെ പഠിക്കുമ്പോൾ ഒരാളല്ല, അങ്ങനെ പഠിക്കുന്ന കുറച്ച് പിള്ളേരൊക്കെ കൂടെ നിർത്തി അവര് തമ്മിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കി അന്യോന്യം ഡിസ്കസ് ചെയ്ത് അവർക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കി കൊടുത്ത് അമ്മയും എഴുതണം മക്കളും എഴുതണം. മക്കളുടെ 4-5 ഫ്രണ്ട്സിനോട് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കി ഇയാൾക്ക് കൊടുക്കുക, ഇയാളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കി. 30 points ടു സ്റ്റുഡൻസ്, 20 points ടു പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ് എന്നൊരു ബ്ലോഗ് ഉണ്ട്. കുട്ടികളെ എങ്ങനെ വീട്ടിൽ പഠിപ്പിക്കേണ്ടെന്നല്ല, വീട്ടിൽ പഠിപ്പിക്കല്ല വേണ്ടത്, എക്സാമിനേഷൻ എഴുതി പ്രാക്ടീസ് ചെയ്യണം. ആ എക്സാമിനേഷൻ എഴുതി പ്രാക്ടീസ്. നമ്മൾ സൈക്കിൾ ഓടിക്കാൻ പഠിക്കണമെങ്കിൽ ഒറ്റയ്ക്ക് സൈക്കിൾ ഓടിച്ചു കഴിഞ്ഞാൽ എനിക്ക് റേസ് പഠിക്കാൻ പറ്റില്ല. ഓട്ട മത്സരത്തിൽ പോകുന്ന ആൾ ഒറ്റയ്ക്ക് ഓടിയാൻ പറ്റില്ല. അപ്പൊ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അവർക്ക് ബോറടിക്കും. അപ്പൊ നല്ല ഭക്ഷണം ഉണ്ടാക്കുക, പരിപ്പൂടെയൊക്കെ നന്നായിട്ട് ഉണ്ടാക്കുന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഒരു ഹോളിഡേയില് മകളുടെയും മകന്റെയും ഫ്രണ്ട്സിനെ വിളിക്കുക, നല്ലപോലെ ഭക്ഷണം ഉണ്ടാക്കാം, ഈ ഭക്ഷണം കഴിക്കാം, നിങ്ങൾ കൂടെ ഇരുന്നിട്ട് ഇന്ന് മാത്സിലെ 3 ചാപ്റ്റർ കംപ്ലീറ്റ് പഠിച്ച് അതിനകത്ത് ക്വസ്റ്റ്യൻ ഉണ്ടാക്കി അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്ത് ആ ആൻസർ എഴുതി നിങ്ങൾ തന്നെ ഇവാലുവേറ്റ് ചെയ്ത് എത്ര മാർക്ക് കിട്ടും. അങ്ങനെ 100 ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ട് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ എക്സാമിനേഷന് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റിയാൽ എക്സാമിനേഷന് പോകുമ്പോൾ ഈ ക്വസ്റ്റ്യൻസ് മാത്രം വന്നാൽ 100-ൽ 100 കിട്ടും. നല്ലപോലെ പ്രാക്ടീസ് ചെയ്താലല്ലേ സൈക്കിൾ ഓടിക്കാൻ പറ്റുക. എക്സാമിനേഷൻ എഴുതാൻ പറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? കുറേ പ്രാവശ്യം എക്സാം എഴുതണം. വായിക്കല്ല വേണ്ടത്, പഠിക്കല്ല വേണ്ടത്. എക്സാമിനേഷൻ മാർക്ക് കിട്ടാൻ എക്സാമിനേഷൻ എഴുതുകയാണ് വേണ്ടത്. എത്ര പ്രാവശ്യം എഴുതി പഠിക്കണം? എത്ര പ്രാവശ്യം ഏതൊക്കെ വിഷയം ഏതൊക്കെ ചാപ്റ്റർ നമ്മൾ എഴുതി പഠിക്കുന്നു അത്രയുമാണ് നമുക്ക് ആ വിഷയത്തിൽ മാർക്ക് കിട്ടുക. അങ്ങനെ അന്യോന്യം കുട്ടികൾ തമ്മിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ ഒരാൾക്ക് ഈ വിഷയം ഇന്ന് ഈ ചാപ്റ്റർ പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഞാൻ ആദ്യം പഠിക്കണം, അതിൽ ചോദ്യം ഉണ്ടാക്കണമെങ്കിൽ അത് പഠിക്കണം, ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം വായിച്ചിട്ട് പോകണം. ഇതൊക്കെയാണ് എൻ്റെ 30 points. അത് എങ്ങനെ സൂപ്പർവൈസ് ചെയ്യണമെന്നാണ് ടീച്ചേഴ്സിനും പാരന്റ്സിനും. ഇത് ചെയ്തു കഴിഞ്ഞാൽ 5 പ്രാവശ്യമെങ്കിലും ഓരോ പാഠത്തിലും ഓരോ ചോദ്യവും അവർ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ 4 പ്രാവശ്യം എക്സാം എഴുതി, ഇത് മറ്റേ എഴുതിയിട്ട് ഞാൻ ഇവാലുവേറ്റ് ചെയ്തു. ഞാൻ ഏറ്റവും നന്നായിട്ടൊരു കാര്യം ചെയ്യണമെങ്കിൽ എന്നെക്കാളും നന്നായിട്ട് ചെയ്യുന്ന ഒരാൾ ചെയ്യുന്നത് കണ്ടു നോക്കട്ടെ.
ആൻസർ ഷീറ്റിൽ എങ്ങനെയാണ് ആൻസർ എഴുതുന്നതെന്ന് ഞാൻ വേറൊരാൾ എഴുതുന്നത് കാണുമ്പോഴാണ് ഇങ്ങനെ എഴുതാൻ എനിക്ക് മാർക്ക് അധികം കിട്ടൂല എന്നൊരു തോന്നലുണ്ടാവും. അപ്പൊ ഞാൻ ഇമ്പ്രൂവ് ആവും. അങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് മക്കൾ പഠിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഇതാണ് ഒരു അമ്മ ചെയ്യേണ്ടത്. അല്ലാതെ പഠിപ്പിക്കലല്ല, പഠിക്കാൻ പറയലല്ല, അവരെ പോലീസിങ് അല്ല വേണ്ടത്, അവരെ സംശയിക്കുകയല്ല വേണ്ടത്, അവർക്ക് ധൈര്യം പകർന്നു കൊടുക്കുകയാണ് വേണ്ടത്. ഏറ്റവും അത്യാവശ്യം വേണ്ടത് ഇതൊക്കെ സ്വന്തം ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു തോന്നൽ ഉണ്ടാവുമ്പോൾ, പഠിക്കാനുള്ള തോന്നൽ ഉണ്ടാവുമ്പോൾ നമ്മൾ എഡ്യൂക്കേറ്റഡ് ആണ്, എഡ്യൂക്കേറ്റഡ് അല്ലെങ്കിൽ കുറെ കൂടി അധ്വാനിക്കണം. എഡ്യൂക്കേറ്റഡ് ആണ്, വളരെ എളുപ്പം ചെയ്യാൻ പറ്റും. എനിക്ക് ശ്രദ്ധയില്ല, ഫോക്കസ് ഇല്ല, കുഴപ്പമില്ല. ഒരു പാത്രം കഴുകി ക്ലീൻ ആണെങ്കിൽ വ്യത്യസ്തമായ പൗഡർ ഉപയോഗിച്ച്, വ്യത്യസ്തമായ ലിക്വിഡ് ഉപയോഗിച്ച് കുറെ പ്രാവശ്യം പ്രയത്നിക്കണമെന്നല്ലേ ഉള്ളൂ. അപ്പൊ കുറച്ചുകൂടി പ്രയത്നിച്ച് ശീലമാകുമ്പോഴത്തേക്കും അത് വളരെ എളുപ്പം. ഒരു വീഡിയോ കണ്ടാൽ അതിൽ നിന്ന് ചോദിക്കാവുന്ന 5 ചോദ്യങ്ങൾ, ഒരു പ്രഭാഷണം കേട്ടാൽ 5 ചോദ്യങ്ങൾ, ഒരു പുസ്തകം വായിച്ചാൽ 5 ചോദ്യങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ട് അതാവണം ഡിസ്കഷൻസ്. മക്കളായിട്ടും കാണുന്നവരായിട്ടും ആരുമായിട്ടും. മക്കൾക്കും ആ സ്വഭാവം ഉണ്ടാവും. ഒരു ചാപ്റ്റർ പഠിച്ചാൽ 5 ചോദ്യം എന്നോട് ചോദിച്ചോളൂ പറയാം. അമ്മ പറയണം, ഇന്ന് ഒരു ചാപ്റ്റർ പഠിക്കാം, ഞാനും പഠിക്കാം, നമുക്ക് എന്തും കൂടെ പഠിക്കാം. അത് കഴിഞ്ഞിട്ട് 5 ചോദ്യം എനിക്ക് തരും, ഞാൻ 5 ചോദ്യം അങ്ങനെ തരാം. ആരാണ് കേമന്മാരെന്ന് നോക്കാം. ആ കോമ്പറ്റീഷൻ വരുമ്പോൾ മക്കൾക്ക് എന്ത് സ്പിരിറ്റ് ആയിരിക്കും പഠിക്കാൻ. അതൊരു തമാശയായിട്ടും ഒരു ജീവിതത്തിൽ രസകരമായിട്ട് മാറും. അതിന് പകരം ഇതൊരു ശിക്ഷയായിട്ട് മാറും. ഇതന്നെയല്ലേ റെക്കോർഡ് ചെയ്ത് അയച്ച സംഭവങ്ങളുടെ ഒക്കെ ജിസ്റ്റ് ഇതാണോ അല്ലയോ? അപ്പൊ ഞാൻ ശരിക്കും കേട്ടിട്ടാ വിളിക്കണം. ഇങ്ങനെ 100 അതറിയാം. മോളുടെ കാര്യം എന്താണ്, മോൾക്ക് അവൾക്ക് അവിടെ ഇതേ അവസ്ഥ ഞാൻ പറഞ്ഞപ്പോ എനിക്ക് ഭയം, എന്നെ കുറിച്ച് ടീച്ചേഴ്സ് അതെന്താ കാരണം അറിയോ? അമ്മയുടെ ബയോറിതം എന്ന് പറഞ്ഞൊരു സബ്ജക്ട് ഉണ്ട്. എന്റെ ബയോറിതം ഡോക്ടർ TPS ചിലപ്പോൾ ഉണ്ടാവും. 10-23 കൊല്ലം മുമ്പ് മാതാപിതാവിന്റെ ബർത്ത്ഡേ സെലിബ്രേഷന് ഞാൻ കൊടുത്ത പ്രഭാഷണം. അതൊന്നും റെക്കോർഡല്ല. ബയോറിതം എന്ന് പറഞ്ഞാൽ മക്കൾക്ക് പനിയുണ്ട് എന്ന് പറഞ്ഞാൽ മക്കൾക്ക് പനിയുണ്ട്. മക്കൾക്ക് പനിയില്ല എന്ന് പറഞ്ഞാൽ, കാരണം ബയോറിതം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഫിസിക്കൽ, ഇമോഷണൽ, ഇന്റലക്ച്വൽ, സോഷ്യൽ, സ്പിരിച്വൽ. അമ്മയുടെ സ്പിരിച്വാലിറ്റിയാണ് മക്കളിലെത്താം. അമ്മയുടെ ഇമോഷണൽ, അമ്മ നല്ല സോഷ്യൽ ആയിട്ടുള്ള ആണെങ്കിൽ മക്കളും സോഷ്യൽ ആവും. അമ്മ ടെൻഷനുള്ള ആളാണെങ്കിൽ മക്കളും ടെൻസ്ഡ് ആവും. അമ്മ നല്ല ആരോഗ്യമുള്ളവരാണെങ്കിൽ മക്കൾക്കും ആരോഗ്യം ഉണ്ടാവും. അപ്പൊ ബയോറിതമാണ് മക്കളെ ഗവനിക്കുന്നത്. പ്രത്യേകിച്ചും അമ്മയുടെ ഏറ്റവും ഒരേപോലെ ഫിസിക്കലി ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ അതുപോലെ. ചില കുട്ടികളുടെയൊക്കെ ഹോറോസ്കോപ്പ് നോക്കിയാൽ അമ്മയുടെ ഹോറോസ്കോപ്പ് നോക്കിയിട്ടേ ഇത് നിന്റെ അമ്മ അല്ലാതെ പോലും ഞാൻ പറയാറുണ്ട്. അത്രയും കൃത്യമായിട്ട് നമ്മൾ മാച്ചാണ്. അപ്പൊ ആ സ്വഭാവം അമ്മയിൽ ഉണ്ടാവും, മക്കളുണ്ടാവും. അപ്പൊ അങ്ങനെ അല്ലാണ്ടിരിക്കാൻ എന്ത് ചെയ്യണം? അമ്മക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെന്ന് വിചാരിക്കാം, മക്കൾക്കും പഠിക്കാൻ താല്പര്യം ഉണ്ടാവും. അപ്പൊ ഇന്ന് വരെ ഉണ്ടായില്ല എന്ന് വിചാരിക്കാം, ഇന്നു മുതൽ തുടങ്ങുക. മനസ്സിലായോ? ഇന്നു മുതൽ അമ്മ 200% ബിസി. ഫുൾ ടൈം പഠിക്കുക, ഫുൾ ടൈം പഠിക്കുക. നല്ല ആരോഗ്യം ഉണ്ടാവും, കാണുമ്പോൾ തന്നെ നല്ല ഐശ്വര്യമുള്ള അമ്മയായിട്ട് മാറും. മക്കൾക്കും അതേ സ്വഭാവം ഉണ്ടാവും, മക്കളും അതുപോലെയാവും. മനസ്സിലായോ? അങ്ങനെ മാറും. അതാണ് വേണ്ടത്. എന്തപ്പോടെ എന്തിനാ 2 വാക്ക്? അവൾക്ക് അറിയില്ല, അവൾക്ക് ഞാൻ സംസാരിക്കുന്നൊന്നും അറിയില്ല. എനിക്കൊരു കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിരിക്കണം. അവൾക്ക് എന്നെ അറിയണം, ഡോക്ടർ TPS ആരാണെന്ന് അറിഞ്ഞിട്ടേ പറഞ്ഞിട്ട് കാര്യം. ഞാൻ പറഞ്ഞില്ല, ഞാൻ ക്ലാസ് കേൾപ്പിച്ചു ഒരിക്കൽ. കേൾപ്പിക്കല്ല, അവൾക്ക് കേൾക്കാനുള്ള താല്പര്യം ഉണ്ടാവുകയാണ്. ആ ഫ്രീക്വൻസിയിലേക്ക് മാറണം. നമസ്കാരം. കണ്ടിട്ടുണ്ടോ എന്റെ ഏതെങ്കിലും പരിപാടി? ഏതാ കണ്ടത്? എന്താണ് അതിൽ പറഞ്ഞൊരു പോയിന്റ് പറയും? അതാണ് ശ്രദ്ധയില്ല, താല്പര്യമില്ല. മനസ്സിലായോ? അപ്പൊ അമ്മക്ക് താല്പര്യമുണ്ട്, മകൾക്കില്ല താല്പര്യം. അത് പാടില്ല. എന്താ ചെയ്യണേ ഇപ്പൊ? ഏതാണ് ചെയ്യണത്? ഏതാ പഠിക്കണേ? എന്ത് കോഴ്സിനാ പഠിക്കണേ? കമ്പ്യൂട്ടർ ഉണ്ടോ കോഴ്സ്? ഏതൊക്കെയാ പഠിക്കണേ? ഇനി എന്താ പഠിക്കാൻ പോണേ? 11th 12th എന്ത് പഠിക്കും? കൊമേഴ്സ് ആണ് താല്പര്യം. ഇപ്പൊ അമ്മ സയൻസ് എടുക്കാൻ പറയുന്നുണ്ട്. എന്താ കാരണം എന്നറിയോ? ഞാൻ MBA ആണ്. സയൻസ് പഠിച്ച ഒരാൾക്ക് ഏത് വിഷയവും പഠിക്കാം. ഇപ്പൊ കൊമേഴ്സിൽ പോയാൽ ജീവിതത്തിൽ ഒരിക്കലും സയൻസ് പഠിക്കാൻ പറ്റില്ല. ഇപ്പൊ സയൻസ് പഠിച്ചാൽ
നമ്മളൊരു ഹൈവേ റോഡിൽ പോകുമ്പോൾ ഹൈവേ റോഡിൽ തന്നെ പോയാൽ ഏത് വഴിയും ഇടയിൽ പോവാം. ഒരു പ്രാവശ്യം ഇടയിൽ പോയാൽ തിരിച്ച് ഹൈവേ റോഡിൽ വരാനുള്ള ചാൻസ് കുറവ്. അതുപോലെ ഇപ്പൊ സയൻസ് +1 +2 പഠിച്ചാൽ ലാസ്റ്റ് വരെ പഠിക്കാൻ താല്പര്യമുള്ള ഒരാൾക്ക്, ഇപ്പം M.Tech കഴിഞ്ഞ ഒരാൾക്ക്, B.Tech കഴിഞ്ഞ ഒരാൾക്ക്, MBBS കഴിഞ്ഞ ഒരാൾക്ക് MBA പഠിക്കാം. ഞാൻ ആദ്യമായിട്ട് പഠിപ്പിച്ചത് കൊമേഴ്സാണ്. ഓക്കെ, M.Com ഏത് വിഷയം എടുത്തിട്ട് ഇങ്ങനെ ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റും. പക്ഷെ ഞാൻ M.Com ആണ് പഠിച്ചിരുന്നതെന്ന് വിചാരിക്കും, ഫിസിക്സിൽ എന്തെങ്കിലും ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റും, കെമിസ്ട്രി പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ അതുകൊണ്ട് വലിയ വഴി എന്ന് പറയുന്നത് സയൻസ് ആണ്. അവിടെ നിന്ന് പിന്നെ എപ്പോ വേണമെങ്കിലും പുറത്തോട്ട് പോകാം. ഒരു പ്രാവശ്യം ഇപ്പൊ പുറത്തു പോയാൽ പിന്നെ തിരിച്ചിങ്ങോട്ട് കയറാൻ പറ്റില്ല. കാരണം ബയോളജി ക്ലാസ്സിൽ ഇരുന്നേ പഠിക്കാൻ പറ്റൂ, ഫിസിക്സ് ഇപ്പോഴേ പഠിക്കാൻ പറ്റൂ, കെമിസ്ട്രി ഇപ്പോഴേ പഠിക്കാൻ പറ്റൂ. കൊമേഴ്സും സൈക്കോളജിയും ബയോളജിയും ജിയോഗ്രഫിയും ഒക്കെ ചിലപ്പോൾ വായിച്ചാൽ മനസ്സിലാവും. പക്ഷെ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ, ബയോളജിയും മാത്സും ഒക്കെ കുറച്ച് നല്ലപോലെ ഇൻവോൾവ്ഡ് ആയാലും പഠിക്കാൻ പറ്റും. അപ്പൊ ഇന്ന് സ്കൂളിൽ നാളെ വരാൻ പോകുന്ന പ്രാക്ടിക്കലിന്റെ ഒരു ചോദ്യം പറയും. ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്റർഗേറ്റീവ് ആൻഡ് ഇംപെറേറ്റീവ് സെന്റൻസ് എന്താണത്? ഇപ്പോ എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ മതി. ആദ്യം ചെയ്യേണ്ടത് നാളെ വരാൻ പോകുന്ന 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക. അത് മാത്രം പഠിക്കുക. അല്ല, നമുക്കിപ്പോ നാളെ പ്രാക്ടിക്കലാണ്, ക്വസ്റ്റ്യൻസ് എഴുതലുണ്ടാവില്ല. അല്ല, ഞാൻ പറയുന്നത് 10 ക്വസ്റ്റ്യൻസ് ഗസ് ചെയ്യാൻ പറ്റണം. അതുപോലെ നല്ല ഫ്രണ്ട്സ് 5 പേരുണ്ടോ? 5 ഫ്രണ്ട്സിനോടും ഗസ് ചെയ്യാൻ പറയും. അപ്പോ 50 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 50 ഉണ്ടാവണമെന്നില്ല, കുറേ നല്ല ബ്രില്യൻ്റ് ആണെങ്കിൽ എല്ലാവരും ഗസ് ചെയ്ത് ചിലപ്പോൾ ഒന്ന് തന്നെയാവും. അങ്ങനെ ആയാലും 10-30 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് ഇപ്പൊ മുതൽ നാളെ വരെ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും 100 കിട്ടും. ഗസ് ചെയ്യാൻ, നല്ല ക്വസ്റ്റ്യൻസ് ഗസ് ചെയ്യാൻ പറ്റലാണ് പഠിക്കുന്ന നല്ല കുട്ടികളുടെ ലക്ഷ്യം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. സയൻസ്, ഫിസിക്സും കെമിസ്ട്രി ഒക്കെ നല്ല ബുദ്ധിമുട്ട് പറയാ, അതാണ് ആള്. ഒരു ബുദ്ധിമുട്ടും ഇല്ല. 5 ഫ്രണ്ട്സിനെ വിളിക്കാം. ട്യൂഷന് പോണ്ടോ? അതാണ് ഏറ്റവും വലിയ ശാപം. നന്നാവില്ല. കാരണം ഇതേ സ്വഭാവമാണ് സ്കൂളിൽ പഠിപ്പിക്കുന്ന സെയിം സംഭവം അവിടെയും പഠിപ്പിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെയും കഴിക്കണു, അവിടെയും കഴിക്കണു. 2 സ്ഥലത്തും ശ്രദ്ധ ഉണ്ടാവില്ല. അപ്പൊ പൊതുവെ എല്ലാത്തിലും താല്പര്യവും ശ്രദ്ധയും കുറയും ഈ ട്യൂഷന് പോകുന്നവർ. കേരളത്തിന്റെ ഏറ്റവും വലിയ ശാപം ട്യൂഷനാണ്. കേരളത്തിന്റെ മാത്രമല്ല, ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ. ഒരു ക്ലാസ്സിൽ ഒരു മാഷ് പഠിപ്പിച്ച, ഞാൻ മാത്തമാറ്റിക്സ് മാഷാന്ന് വിചാരിക്കാം. എന്താ മോളുടെ പേര്? ഐശ്വര്യ. ഞാൻ മാത്തമാറ്റിക്സ് പഠിപ്പിച്ചിട്ട് ഐശ്വര്യ വേറൊരാളത്ത് പോയിട്ട് രണ്ടാമത് മാത്തമാറ്റിക്സ് പഠിപ്പിച്ചാൽ എനിക്ക് സന്തോഷം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും? അമ്മ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ഉടനെ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചാൽ അമ്മക്ക് സന്തോഷമാവും. അതാണ് നിങ്ങൾ ചെയ്യണം. ഞാൻ ഇവിടെയും പഠിക്കും, അവിടെയും പഠിക്കും, ഇവിടെയും കഴിക്കും, അവിടെയും കഴിക്കും. അപ്പൊ ഒന്നിലും താല്പര്യം ഉണ്ടാവില്ല. ഒരു പ്രാവശ്യം കഴിച്ചു പോയാൽ ബ്രേക്ക്ഫാസ്റ്റിന് ടേസ്റ്റ് ഉണ്ടാവില്ല. 10 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടോ ഇതുവരെ ട്യൂഷൻ ടീച്ചർ അടുത്ത് പോയിട്ട്? ഇതെനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ. എത്ര പേരുണ്ട് ട്യൂഷന്? ഈ 60 ആൾക്കാർക്ക് ചോദ്യം ചോദിക്കില്ല എന്ന് 100% ഉറപ്പാണ്. കാരണം ട്യൂഷൻ വേണ്ടത് ക്ലാസ് പോലെ അതിനേക്കാളും കൂടുതൽ സ്ട്രെങ്ത് വെച്ചിട്ടല്ല ട്യൂഷൻ വേണ്ടത്. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അങ്ങനെയാണ് കേരളം, അങ്ങനെയാണ് അമ്മമാര്. അത്രയും സമയം വീട്ടിൽ നിന്ന് പുറത്തു നിന്നാൽ സന്തോഷം എന്ന് വിചാരിക്കും. ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക, നല്ല ഫ്രണ്ട്സ് കൂടെ ഇരുന്നിട്ട് കൂടെ പഠിക്കുക. അതാണ് പഠിക്കാനുള്ള മാർഗം. പക്ഷെ പറഞ്ഞാൽ കേൾക്കില്ല, മാറില്ല എന്ന് എനിക്ക് ഉറപ്പായിട്ടും അറിയാം ഐശ്വര്യക്ക്. പക്ഷെ നമ്മൾ ആരോടൊന്നും പറയണല്ലോ. അത് അതെന്താ കാരണം എന്ന് വെച്ചാല് അമ്മമാരൊക്കെ സ്വാർത്ഥന്മാരാണ്. എന്റെ മക്കൾക്ക് നല്ല മാർക്ക് കിട്ടുന്നല്ലാതെ എന്റെ മക്കൾ നല്ല മാർക്ക് കിട്ടുന്നവരുടെ കൂടെ ഉണ്ടാവണം എന്നല്ല പ്രാർത്ഥിക്കുന്നത്. കോമ്പറ്റീഷനാണ് ജീവിതം. അതിൽ നിന്ന് മാറി ഞാനും എൻ്റെ കൂട്ടുകാരും ഒക്കെ ഒരേപോലെ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവുമ്പോഴാണ് അവരൊക്കെ ഒരേപോലെ നിന്നത്. നിങ്ങൾ ഇവിടെ കോമ്പീറ്റ് ചെയ്തിട്ട് A ഗ്രേഡ് B ഗ്രേഡ് ഒക്കെ അല്ലെങ്കിൽ ആർക്കാണ് ഫസ്റ്റ് എന്നൊക്കെ ആലോചിക്കുമായിരിക്കും. പക്ഷെ ജീവിതത്തിൽ വരുന്ന സമയത്ത് ഏറ്റവും നല്ല കോളേജിൽ ഇതേ ഫ്രണ്ട്സ്, ഇതേ കുട്ടികൾ തന്നെ +1 +2 കൂടെ, ഡിഗ്രിക്ക് കൂടെ, മാസ്റ്റേഴ്സിന് കൂടെ, അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോഴല്ലേ നന്മ ഉണ്ടാവും. ആ ഒരു എൻജോയ്മെന്റ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ കൂടെ ഇരുന്ന് കൂടെ പഠിക്കണം. ആ സാമൂഹിക ബോധമില്ലാത്തവരെ എങ്ങനെ മനുഷ്യന്മാരെന്ന് വിളിക്കുക? സമൂഹ ജീവി എന്നാണല്ലോ മനുഷ്യന്റെ പേര്. സ്വാർത്ഥരായിരുന്നവരല്ലോ മനുഷ്യന്മാർ പറയാം. പട്ടികൾക്ക് കടികൂടുന്ന പോലെയാണോ പഠിക്കേണ്ടത് എക്സാമിനേഷൻ? അതുകൊണ്ട് ഗ്രൂപ്പ് സ്റ്റഡി ആണ് ശരിക്കും പഠിക്കാനും താല്പര്യം. ഏതെങ്കിലും ഒരു സബ്ജക്ട് എടുത്തിട്ട്
നല്ല ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കൂടെ ഇരുന്നിട്ട് 5 പേര് പഠിച്ച് 5 പേരും എല്ലാം പഠിച്ചു കഴിയുമ്പോഴത്തേക്കും ഈ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുന്ന മൂടാണോ 5 പേര് കൂടെ ഇരുന്നിട്ട് നാളെ വരുന്ന എക്സാമിനേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? യു വിൽ ഡു വണ്ടേഴ്സ്. ആ 5 പേര് നല്ല ഫ്രണ്ട്സിന്, അത് മാത്സിന് ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പ്, ഫിസിക്സിന് ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പ്, വ്യത്യസ്തമായിട്ടുള്ള ആളാണ്. ഒരേ ഗ്രൂപ്പ് തന്നെ എല്ലാ വിഷയവും താല്പര്യം ഉണ്ടാവണമെന്നില്ല. ഇന്നത്തെ വിഷയത്തിൽ വീട്ടിന് തൊട്ടടുത്ത് 5 കുട്ടികൾ ഉണ്ടാവും, കുറെ ദൂരെയാണ്. ഏറ്റവും വലിയ പ്രശ്നം അതാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇന്റർനെറ്റും വാട്സപ്പ് ഗ്രൂപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് എക്സ്ചേഞ്ച് ചെയ്യാനൊക്കെ എളുപ്പമാണ്. ഇന്നതാണ് ക്വസ്റ്റ്യൻ. ഞാൻ ഇപ്പം ഐശ്വര്യ ചെയ്യേണ്ടത് ഐശ്വര്യയുടെ 5 ഫ്രണ്ട്സിന് നാളെ വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഇതാണ് എന്ന് പറഞ്ഞിട്ട് വെറുതെ ക്വസ്റ്റ്യൻ അയച്ചു കൊടുക്കുക, എന്നിട്ട് അവരോട് ആൻസർ ചെയ്ത് തരാൻ പറയും. ആ സമയം വേറെ എന്തെങ്കിലും പഠിക്കുക. ആ 5 ആൻസേഴ്സും ഒരു പ്രാവശ്യം വായിച്ചു നോക്കി പഠിച്ചാൽ ഓ ഇങ്ങനെയാണ് എഴുതേണ്ടതെന്ന് 5 പേരുടെയും ആ എക്സ്പീരിയൻസിൽ നിന്ന് ഇംപ്രൂവ് ചെയ്ത് നിങ്ങൾക്കത് നന്നാക്കാൻ പറ്റും. എന്നിട്ട് ആ ഗ്രൂപ്പിലേക്ക് അത് പോസ്റ്റ് ചെയ്യാം. ആദ്യം ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യാം, എന്നിട്ട് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം. ക്വസ്റ്റ്യനും ആൻസറും എല്ലാവരും ചെയ്ത് കഴിഞ്ഞാൽ അതിന് 1 മണിക്കൂറേ തരുള്ളൂ, അല്ലെങ്കിൽ അരമണിക്കൂറേ തരുള്ളൂ. അരമണിക്കൂർ കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ ക്വസ്റ്റ്യനും ആൻസറും പോസ്റ്റ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ബാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് അയച്ചു കൊടുക്കുക, അവർ ഇങ്ങോട്ട് അയച്ചു തരും, അവരും ഇങ്ങോട്ട് അയച്ചു തരാൻ പറയും. ഒരു ക്വസ്റ്റ്യൻ എനിക്ക് അയച്ചു തരാൻ പറയും, അത് എഴുതി റെഡിയാക്കുക. അങ്ങനെ 5 പേരോ 4 പേരോ എഴുതി ആൻസർ ചെയ്ത ഉടനെ ഗ്രൂപ്പിൽ അങ്ങോട്ട് പോസ്റ്റ് ചെയ്യാം. ഒരാളോ 2 ആളോ 3 ആളോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ആ പോസ്റ്റ് അങ്ങോട്ട് ക്ലോസ്. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ആൻസർ. അപ്പൊ സ്പീഡ് വരും, കോമ്പറ്റീഷൻ വരും, കുറെ ക്വസ്റ്റ്യൻ ഗസ് ചെയ്യും. അങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഫിസിക്കലായിട്ട് അടുത്തിരിക്കണം എന്നൊന്നുമില്ല. ഇതൊക്കെയാണ് പഠിക്കാനുള്ള മാർഗങ്ങൾ. അങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്. ഓക്കെ. പിന്നെ മോൾക്കൊരു പ്രശ്നം പറയൂ, വ്യക്തമായി പറയൂ. ആൻസർ എഴുതുമ്പോൾ ഒരെണ്ണം തെറ്റി കഴിയും, ബാക്കി എല്ലാം തെറ്റിച്ച് അബ്നോർമൽ മൈൻഡ് ആവുക, ഒക്കെ തെറ്റിച്ച് 20 മാർക്കാണ് പ്രശ്നം മാത്സിന് കിട്ടിയിരിക്കുന്നത്. സാധാരണഗതിയിൽ എല്ലാ എക്സാമിനേഷനും ചോയ്സ് ഉണ്ട്. 10 ക്വസ്റ്റ്യൻ നിന്നിട്ട് 5 എഴുതിയാൽ മതി. ആ 10 എഴുതും. ഞാനൊക്കെയാണെങ്കിൽ ഒരു പ്രാവശ്യം കട്ടിയാകും, എല്ലാം കൂടെ എഴുതി വെച്ചാലും അവർ നോക്കിക്കോളൂ ഏതാ നല്ലത്. അപ്പൊ ഫാസ്റ്റ് ആയിട്ട് എഴുതാണ് വേണ്ടത്. ഈ പറഞ്ഞ ആൻസർ ഒക്കെയാണ് ഈ അതിനുള്ള ആൻസർ. ഈ ചോദ്യം ഇപ്പൊ ഞാൻ അങ്ങോട്ട് പറഞ്ഞല്ലോ, പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ 1 പ്രാവശ്യം എഴുതി, 2 പ്രാവശ്യം എഴുതി, 3 പ്രാവശ്യം എഴുതി, ഫ്രണ്ട്സിനെ കാണിച്ചു, ഫ്രണ്ട്സ് ഇവാലുവേറ്റ് ചെയ്തു, ഫ്രണ്ട്സ് എഴുതിയത് ഞാൻ നോക്കി വായിച്ചു, അത് ഇവാലുവേറ്റ് ചെയ്തു, അതിന് മാർക്ക് ഇട്ട് കൊടുത്തു. അങ്ങനെ ഒരു പ്രാക്ടീസ് വരുമ്പോൾ ഏത് പരീക്ഷയും എവിടെയും എപ്പോഴും ചടപടാന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. അതാണ് എക്സ്പീരിയൻസ്. ആ എക്സ്പീരിയൻസ് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒക്കെ സിമ്പിളായി. അതാണ് ഇതിന്റെ ഒക്കെ മാർഗം. ഇതൊക്കെ നമുക്ക് സാധാരണഗതിയിൽ ആദ്യം നെഗറ്റീവ് ആലോചിക്കാം. മനസ്സിലായോ? നിങ്ങൾ ശ്രമിക്കാത്തൊരു കാര്യമല്ല ഞാൻ പറയുന്നത്. ഈ മനസ്സോട് കൂടി ശ്രമിച്ചാൽ ഒരു ഫ്രണ്ട് നിങ്ങളടുത്ത് വരില്ല. ആ ചോദ്യം എവിടെ ഉണ്ടായോ അപ്പൊ ഉറപ്പാണ് നടക്കില്ല. കാരണം അതാണ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ ആയതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പൊ ഞാൻ വിളിച്ചാൽ എന്റെ വീട്ടിൽ 10 മിനിറ്റ് കൊണ്ട് 20 പേര് വരുന്നത് എനിക്ക് ഉറപ്പുണ്ട്. വന്നില്ലെങ്കിലോ എന്ന് ആലോചിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരാളും വരില്ല. കാരണം നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് നിങ്ങളെയും വിശ്വാസം ഉണ്ടാവില്ല. ആ ചോദ്യത്തിൽ നിന്ന് മനസ്സിലായി നിങ്ങൾ അത്ര സോഷ്യലാണ്, നിങ്ങൾ അത്ര ഇൻഫ്ലുവൻഷ്യൽ ആണ്, നിങ്ങൾ ബാക്കിയുള്ളവർക്ക് ജീവിതത്തിൽ എന്തെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ മനസ്സിലായി. നിങ്ങൾ ആർക്കെങ്കിലും ജീവിതത്തിൽ സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ആവശ്യം വരുമ്പോൾ അവർ വിളിച്ചാൽ വരില്ല. ആവശ്യമില്ലെങ്കിലും വിളിച്ചാൽ വരും. ആ സഹായം ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പൊ പറയുന്നത്. നിങ്ങൾ സഹായം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇങ്ങനെ അടിച്ച ആളുകൾ അത് ജീവിതത്തിൽ ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കുന്നതല്ല. അമ്മ എങ്ങനെയാണോ, എന്തുകൊണ്ടാണ് ഞാൻ നാട്ടിൽ വരുമ്പോൾ എന്നെ കാണാൻ ആൾക്കാർ വരുന്നത്? എൻ്റെ അച്ഛൻ പലർക്കും സഹായം ചെയ്തിരുന്ന ഒരു വ്യക്തിയായതുകൊണ്ടാണ്. എൻ്റെ അച്ഛൻ ഒരു ദുഷ്ടബുദ്ധിയുള്ള ഒരു മനുഷ്യനാണ്, ഒരാളെയും അടുപ്പിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു. എൻ്റെ അടുത്ത് ആരെങ്കിലും വരുമോ? വരില്ല. അച്ഛൻ്റെയും അമ്മയുടെയും ഗുണം മക്കളിലുണ്ടാവും. ഇപ്പൊ പാരമ്പര്യമായിട്ട് കിട്ടേണ്ടതാണ്. അത്ര എനിക്ക് പറയാൻ പറ്റും. അപ്പൊ അതുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഞാൻ കഴിഞ്ഞ 21-ാം തീയതി ഇരിങ്ങാലക്കുട ഉണ്ടായിരുന്നു. ഓക്കെ. ഇപ്പൊ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ വിചാരിച്ചിട്ട് എത്ര ദിവസമായി എന്ന് പറയും? 15 ദിവസം. വിചാരിച്ച ദിവസം കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മുഖതാവിൽ ഇരിങ്ങാലക്കുട 21-ാം തീയതി കണ്ടേ. കാരണം 21-ാം തീയതി പറഞ്ഞാൽ 10 ദിവസം മുമ്പല്ലേ. 5 ദിവസം അതിനിടയിൽ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. നിങ്ങൾ എന്നെ വന്ന് കണ്ടേനെ. അപ്പൊ ഒരു കാര്യം വിചാരിക്കും, എന്നിട്ട് അത് ചെയ്തില്ലെങ്കിലോ, ചെയ്താലോ, ചെയ്യാണ്ടിരുന്നാലോ, ഇങ്ങനെ ആലോചിച്ച് സമയം കളഞ്ഞു. അതാണ് ഏറ്റവും വലിയ കുറ്റം. നിമിഷം ജ്വലിതം ശ്രേയം നതു ധൂമയിതും ചിരം. ഓരോ നിമിഷവും ആ നിമിഷം ചെയ്യാൻ വിചാരിച്ചാൽ അപ്പ ചെയ്യുന്നവർക്കാണ് ജ്വലിതം, പ്രഭയുണ്ടാവും. അല്ലെങ്കിൽ ഉള്ളിൽ തീയുണ്ട്, അതിനെ അടച്ചു വെച്ചിരിക്കുമ്പോൾ അത് സ്മോക്കായിട്ട് മാറും.
ഇപ്പൊ ജീവിതം പുകയായിട്ട് മാറണോ അല്ല അടിച്ചു പൊളിച്ച് പ്രകാശം കൊടുക്കുന്ന രശ്മിയായിട്ട് മാറണോ തീരുമാനിക്കാം. മനസ്സിലായോ? ആ പുകയാകുന്ന സ്വഭാവം, അതുകൊണ്ടാണ് ഇപ്പൊ വിളിച്ചാൽ വന്നില്ലെങ്കിലോ എന്ന് പറയുമ്പോൾ ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. കാരണം അത് ബേസിക് സ്വഭാവമാണ്. എന്നെ കോണ്ടാക്ട് ചെയ്യണമെന്ന് 15 ദിവസം മുമ്പ് വിചാരിച്ചു, 5 ദിവസം എടുത്തത് പാകം വരാൻ, പിന്നെ അത് മൂത്ത് വരാൻ പിന്നെയും 10 ദിവസം എടുത്തു, എന്നിട്ട് ഇന്നലെയാണ് വിളിച്ചത്. ഞാൻ എന്നെ കോണ്ടാക്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മീറ്റ് ചെയ്യണം, ഇന്ന് മീറ്റ് ചെയ്യാം, ഇപ്പൊ മീറ്റ് ചെയ്യാന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞോ ഇല്ലയോ? എനിക്കും 10 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ക്യാൻസർ ചെയ്തൂടെ? ഞാൻ എന്താ ചെയ്യാത്തത്? കാരണം നാളെയും ഇതിനേക്കാളും തിരക്കുള്ള മനുഷ്യനാവും എന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ്. ഞാനിപ്പോ എന്റെ വീട്ടിൽ ഇന്റർനെറ്റ് ഇല്ലാത്തതുകൊണ്ട് ചേച്ചിയുടെ വീട്ടിൽ വന്നിട്ടാണ് ഈ ഇന്റർനെറ്റ് കണക്ട് ചെയ്യുന്നത്. ഇത്ര കഷ്ടപ്പെടേണ്ട കാര്യം തപ്പോ എനിക്ക്. എന്നിട്ട് അതിനിടയിൽ എന്നെ കാണാൻ വീട്ടിൽ ഒരാൾ വന്നപ്പോ വേണ്ട പോയിക്കോളൂ എന്ന് പറഞ്ഞ് തിരിച്ച് പറഞ്ഞു വെച്ചു. വല്ല ആവശ്യമില്ല എനിക്ക്, വേണ്ടാന്ന് വെച്ചൂടെ? വേറെ പണിയില്ലാത്തതുകൊണ്ടാണോ നിങ്ങൾ സംസാരിക്കുന്നത് തോന്നുന്നത് നമുക്ക്? അപ്പൊ പണി ഇല്ലാത്തത് കൊണ്ട് നിങ്ങളൊന്നും ചെയ്തില്ല. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ഇപ്പൊ തുടങ്ങും. ഞാൻ ഇന്നലെ എങ്ങാണ്ട് ഒരു NSSന്റെ ക്യാമ്പിൽ വരും, ഇപ്പോൾ തുടങ്ങണം എന്നാണ്. നാളെ തുടങ്ങണം, കുറച്ച് കഴിഞ്ഞിട്ട് തുടങ്ങണം എന്നല്ല. എല്ലാം നിങ്ങൾ പഠിക്കണം, തയ്യാറാവണം ഇപ്പോൾ തന്നെ. ആജ്ഞാശക്തിയായി മാറിയിട. ആ ആജ്ഞാശക്തി നിങ്ങളിൽ ഉണ്ടാവും. എന്നെ കൊണ്ട് നിങ്ങൾക്ക് ഒരു ഉപകാരം ഉണ്ടാവണമെന്ന് എനിക്ക് ആഗ്രഹിക്കാം. പക്ഷെ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നവരായിട്ട് മാറണം. ചെയ്യാൻ തോന്നുന്നത് ഇപ്പൊ ചെയ്യും. അതാണ് വേണ്ടത്. ഒരു നിമിഷം പോലും ആ നെഗറ്റീവ് തോട്ട്സ് എന്ന് പറയുന്നത് മാറ്റാം. എനിക്ക് സാധിക്കും, ഞാൻ ചെയ്യും എന്നാണ് പറയുന്നത്. ഐ വിൽ ട്രൈ എന്ന് പറഞ്ഞാൽ പോലും ഞാൻ അവരെ വഴക്ക് പറയും. ട്രൈ എന്നൊരു വാക്കേ ഇല്ല, ശ്രമിക്കാം എന്നുള്ള വാക്കില്ല. ചെയ്യും, ചെയ്യില്ല, ഇത് രണ്ടേ ഉള്ളൂ. ആകെ 5 കുട്ടികളെ നിങ്ങൾ വിചാരിക്കുന്ന കുട്ടികളെ കിട്ടിയില്ല എന്ന് വരും. പരിചയമുള്ള ഒന്നും പഠിക്കാൻ അറിയാത്ത 5 കുട്ടികളെ എടുത്തിട്ട് നിങ്ങളുടെ വീട്ടിലിരുത്തിയിട്ട് അവർക്ക് പഠിപ്പിച്ചിട്ട് അവർക്ക് മാർക്ക് കിട്ടിയാൽ യു വിൽ ബിക്കം ദ ലൈഫ് ലോങ് ഫ്രണ്ട്സ് ഫോർ. പഠിക്കാൻ പറ്റാത്ത, ട്യൂഷന് പോകാൻ കാശില്ലാത്ത, തോറ്റുപോകുന്ന ഭയമുള്ള 5 കുട്ടികളെ എടുത്തിട്ട് നമുക്ക് പഠിക്കാനുള്ളത് അവരെ പഠിപ്പിക്കും. അങ്ങനെയാണ് നമ്മൾ അവരെ പഠിപ്പിക്കുക, അവരെ കൊണ്ട് എഴുതിക്കുക, അവരെ നന്നാക്കിയെടുക്കുക. ക്ലാസ്സിൽ ഏറ്റവും മോശമായ ഒരു കുട്ടിയെ, ഞാനൊക്കെ പല സ്ഥലത്തും MBA ഒക്കെ ക്ലാസ് എടുക്കാൻ വരുമ്പോൾ എന്റെ കൂടെ പ്രോജക്ട് ചെയ്യാൻ കുറെ ആളുകൾ. അപ്പൊ ഞാൻ പറയും, നിങ്ങൾക്കൊക്കെ ഏത് കമ്പനി പോയാലും കിട്ടും. ഏറ്റവും മോശം കുട്ടി, എല്ലാ വിഷയത്തിലും തോറ്റ ആരെങ്കിലും ഉണ്ടോ? അപ്പൊ ഒന്നും ഇണ്ടാത്തത് ആ കുട്ടിയാന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ കാണിച്ചത്. ആ കുട്ടി മാത്രം, ഒറ്റ കുട്ടിയെ സെലക്ട് ചെയ്യും. ആ കുട്ടി MBA കഴിഞ്ഞിട്ട് UK പോയിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. ഏറ്റവും മോശമുള്ളവരെ നമ്മൾ നന്നാക്കുമ്പോഴാണ് നമുക്ക് ഐക്കോൺ എന്ന് പറഞ്ഞിട്ടൊരു പ്രോജക്റ്റ് ഉണ്ട്. അമ്മയും മക്കളും കുട്ടികളും നാട്ടുകാരും ബന്ധുക്കളും ടീച്ചർമാരും ഒക്കെ തോറ്റുപോകും എന്ന് പറഞ്ഞ 90 കുട്ടികളെയാണ് ഞാൻ ഏറ്റെടുത്തിട്ട് പഠിപ്പിച്ചത് 15 കൊല്ലം മുമ്പ്. അവർ ഇന്റർനാഷണൽ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. കുറച്ച് പേര്, 37 പേർക്ക് എല്ലാ വിഷയത്തിലും A+ കിട്ടിയിട്ടുണ്ട്. ഞാൻ സെലക്ട് ചെയ്ത 90 കുട്ടികളുണ്ട്. 1/3 ഭാഗം എല്ലാ വിഷയത്തിലും A+ കിട്ടിയവരാണ്. എല്ലാവരും തോക്കെന്ന് പറഞ്ഞ് ഒഴിവാക്കിയ കുട്ടികളാണ്. അപ്പൊ അതുകൊണ്ട് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ധരിക്കുന്ന ഏറ്റവും ബ്രില്യന്റ് ആയിട്ടുള്ള 5 പേർക്ക് അവരുടെ ഈഗോ ഉണ്ടാവും. ഒന്നും അറിയാത്ത കുറെ കുട്ടികൾ ഉണ്ടാവില്ലേ നിങ്ങളുടെ ബാച്ചിലും? ട്യൂഷന് പോവാത്ത കുട്ടികൾ ഉണ്ടാവും, പാവപ്പെട്ടവരുണ്ടാവും, ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്തവരുണ്ടാവും. അവരെ മുമ്പിൽ ഭക്ഷണം കഴിച്ചിട്ട് ഈ ചാപ്റ്റർ കഴിഞ്ഞാൽ ഭക്ഷണം തരാന്ന് പറയും. അവരുടെ പഠിപ്പിന്റെ ഉഷാറപ്പക്കാണ്. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ എന്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ അതേ സ്റ്റാറ്റസ്, അതേ ഈഗോ, അതേ മാർക്ക്, അതിൽ നിന്ന് മാറുക. താഴത്തോട്ട് നോക്കൂ, കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും. അവരെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ജീവിതത്തിൽ സ്നേഹിക്കും. അതാണ് ഉണ്ടാവുക. ഒരുപാട് നന്ദി. താങ്ക് യു സാർ. സാർ പറയുന്നത് ആരൊക്കെയുണ്ട് ദിവ്യയുടെ വീട്ടില്? എന്റെ മോനുണ്ട്. ഇപ്പോ അച്ഛൻ വരാറാവുന്നേ. എപ്പോഴാ? അച്ഛൻ ഈ മാസം ലാസ്റ്റിൽ വരും. ഇപ്പൊ എവിടെയുള്ളത്? കുവൈറ്റില് മെക്കാനിക്കാണ്. ഞാനവിടെ 17 ദിവസം പോയിട്ട് 17 സ്കൂൾസിലെ ടീച്ചേഴ്സിന് ക്ലാസ് എടുത്തപ്പോ ഓരോ ഞാൻ പോകുന്ന സ്കൂൾസിലൊക്കെ അന്ന് ഹോളിഡേ ആയിരുന്നു. അപ്പൊ ചിലപ്പോഴൊക്കെ ചില കാണുമ്പോൾ നാളെ എന്റെ സ്കൂളിൽ വരുന്നുണ്ടല്ലേ എന്ന് ചോദിക്കും. അപ്പൊ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഹോളിഡേ ആണ് നാളെ. അങ്ങനെ കുവൈത്തിൽ ആദ്യമായിട്ട് 17 ദിവസം സ്കൂളിൽ ഹോളിഡേ കൊടുത്താലും ഞാനാണ്. കുവൈത്ത് ഡോക്ടർ TPS കാണും. അപ്പൊ കാണും ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം കാണും. വ്യത്യസ്ത സ്കൂളുകൾ 1000 ടീച്ചേഴ്സ് ഒക്കെയാണ് എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ കുവൈത്തിലുള്ള എല്ലാ സ്കൂൾസിലെയും എല്ലാ ടീച്ചേഴ്സും എന്റെ സ്റ്റുഡൻസ് ആണ്. ഗ്രേറ്റ് ആണ്. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അറിയില്ലാത്ത കുറെ കാര്യം, അറിവില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് മനസ്സിലാവുന്നുണ്ട്.
എങ്ങനെയെങ്കിലും നമുക്ക് അറിവ് നേടണം. എന്റെ ഗ്രാൻഡ്മ ഫുൾ കാണുക, അതെങ്ങനെ തുടങ്ങുന്ന ആലോചിക്കുക, എങ്ങനെ തുടങ്ങുന്ന ആലോചിക്കുക, വെറുതെ കേൾക്കല്ല. എന്നിട്ട് ആ തുടങ്ങാനുള്ള കാര്യങ്ങൾക്ക് എന്തൊക്കെയാണ് ഒരുക്കു കൂട്ടേണ്ടതെന്ന് ചോദിക്കുക. വലിയ വീടാണ്, അത് കുറച്ചു പേർക്കെങ്കിലും ഷെയർ ചെയ്തിട്ട് അവിടെ ഒരു പ്രോഗ്രാം തുടങ്ങാൻ പറ്റും, ഇൻഫോർമൽ ആയിട്ട് അത്തരം പരിപാടികൾ ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അടുത്ത പ്രാവശ്യം വരുമ്പോൾ കാണും. ഓക്കെ സർ, ഞാൻ എന്താണ് എന്തെങ്കിലും ഡോക്ടർ TPS ഫീസ് വാങ്ങില്ലെന്നറിയാം. നിങ്ങൾ ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുള്ള ജനങ്ങൾക്ക് വേണ്ടിയുള്ള എന്തെങ്കിലും ചെയ്യുന്നതാണ് ഇതിന്റെ പ്രതിഫലം. നിങ്ങൾ സെൽഫിഷ് ആയിട്ട് ചെയ്യാനാണെങ്കിൽ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ കാണാം. സെൽഫിഷ് ആയിട്ടുള്ള വ്യക്തികളൊന്നും എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് എന്റെ മക്കൾക്ക് എന്നുള്ളതിന് പകരം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിപ്പില്ലാത്ത 5 കുട്ടികൾക്ക് അതിന്റെ ഒരു ഗുണം പകർന്നു കൊടുക്കുമ്പോഴത്തേക്കും അതാണ് ഞാൻ സമൂഹത്തിന് ചെയ്യുന്നതിന്റെ ടോർച്ച് ബെയറേഴ്സ് ആയിട്ട് മാറും. ദിവ്യ എന്റെ കുട്ടിയാണ്. ഓക്കെ, അങ്ങനെ ചെയ്തിട്ട് ബാക്കിയുള്ളവർക്ക് അത് പകർന്നു കൊടുക്കുമ്പോൾ അതാണ് പ്രതിഫലം. അത് സമൂഹത്തിന് കൊടുക്കുമ്പോഴാണ് പ്രതിഫലമാവുന്നത്. അല്ലാതെ എനിക്കുള്ള കാര്യം എല്ലാവർക്കും വേണമല്ലോ ജീവിക്കാനുള്ള സംഭവം. അപ്പൊ ആ സംഭവങ്ങൾക്കൊക്കെ ഞാനൊരു ഗവൺമെന്റ് സർവന്റ് ആയിട്ട് റിട്ടയർ ആവും, കാശുള്ള ആളൊന്നുമല്ല. പക്ഷെ എന്നെ സഹായിക്കാൻ കാശുള്ള കുറേ വ്യക്തികളുണ്ട് ലോകത്ത്. അവരോടൊക്കെ ഞാൻ പറയാറുള്ളത്, നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതാണ് എനിക്ക് കിട്ടുന്ന പ്രതിഫലം. അപ്പൊ അങ്ങനെ ആവട്ടെ. ഓക്കെ, അപ്പൊ ഞാൻ ഇതിനകത്ത് ഫേസ് ഇടരുതെന്ന് പറഞ്ഞുകൊണ്ട് അത് ഇടുന്നില്ല. പക്ഷെ ഞാൻ ഈ പറയുന്നതും ആ വാക്കുകളും അതുപോലെ എഡിറ്റ് ചെയ്യാതെ കുഴപ്പമില്ലല്ലോ. ശരി.